हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. എൻ്റെ ട്യൂഷൻ കുട്ടികളൊക്കെ പോകാൻ കുറച്ച് ലേറ്റായി. എനിക്ക് മാസത്തിൽ 2 ക്ലാസ് ട്യൂഷൻ കുട്ടികൾക്കുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോകാൻ കുറച്ച് ലേറ്റായി. മലയാളം അറിയാത്ത കുട്ടികൾ, മലയാളീസ്. അപ്പോൾ അവർക്ക് ഞാനിവിടെ മാസത്തിൽ 2 ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നത് ഭഗവത്ഗീതയാണ്. എന്തായാലും മലയാളം പഠിക്കാൻ വരിക, അപ്പോൾ പിന്നെ ഗീത പഠിച്ചോട്ടെ, പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവർ പോകാൻ കുറച്ച് ലേറ്റായി, അതാണ് ക്ലാസ് എടുക്കാതെ ഇരുന്നത്. ഓക്കെ. നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഇന്ന് ഹാരം അണിഞ്ഞിരിക്കുന്നത്, പാല് കൊടുത്തിരിക്കുന്നത് അഞ്ജലി മകത്തിൻ്റെയാണ്. അഞ്ജലി മകത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിരിജ ബേബി കുമാർ മാതാജിയുടെ മൊബൈൽ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? കുട്ടികൾ ആരെങ്കിലും ആണോ? അങ്ങനെയാണോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്? ആണോ അതോ മാതാജി തന്നെയാണോ? ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാവരും എവിടെ? വേഗം വരുമോ? ഇത്രയും നേരം ഞങ്ങൾ മാതാജിയെ കാത്തിരുന്നില്ലേ? മാതാജി 10:30 മണിക്ക് വരേണ്ട മാതാജി വന്നിരിക്കുന്നത് 12:30 മണിക്ക് വന്നിട്ട് ഞങ്ങളോട് വേഗം വരാൻ പറയാനോ? നടക്കില്ല. 12:30 1:30 മണിക്ക് വന്നിട്ട്, ഈ ഉണ്ണുന്ന സമയത്ത് വന്നിട്ട് ഞങ്ങളോട് വേഗം വരാൻ പറഞ്ഞാൽ ഞങ്ങൾ വരുമോ? എൻ്റെ രാജീവ് മാതാജി, ഇന്നലെ മുതൽ ഞാൻ പറയണില്ലേ, എന്തുണ്ടെങ്കിലും മഞ്ജരീസിലിടൂ. എന്തിനാ ഈ ലൈവിൽ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജുകൾ ഇടുന്നത്? മോശമല്ലേ അത്? നമ്മളുടെ പേഴ്സണൽ മെസ്സേജുകൾ, പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഇതിലിടരുത്. കാരണം നമ്മൾ ഈ 50 പേര് മാത്രമല്ല, ഈ 50 പേര് മഞ്ജരീസിൽ അറിയുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അല്ലാത്ത പുറമേയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കാണുന്നതല്ലേ. നമ്മൾ കഴിയുന്നത് പേഴ്സണൽ മെസ്സേജുകളെല്ലാം മഞ്ജരീസിലേക്ക് ഇടും. വേണു ചേട്ടാ നമസ്കാരം. 2:30 മണിക്ക് കണ്ണു തുറന്നതാ, ഒന്നും കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഉറക്കം വരുന്നു എനിക്ക്. നളിനി ഓം നമോ നാരായണായ, പുതിയ മന്ത്രം. പബ്ലിക്കായിട്ട് ഇടരുത് കേട്ടോ. പേഴ്സണൽ മെസ്സേജുകളൊന്നും പബ്ലിക് ഇടരുത്. ചില കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. എല്ലാവരുടെ വ്യക്തി ജീവിതത്തിലും രഹസ്യമായിരിക്കണം. ഭഗവാനോട് പറയേണ്ട ഭഗവാനോട് പറയാം, പബ്ലിക്കിനോട് പറയേണ്ട പബ്ലിക്കിനോട് പറയാം. ലാസ്റ്റ് വന്ന 10 പേർക്കടി. ഉറക്കം വരുന്നുണ്ട് രാജീവ് മാതാജി. എനിക്ക് 2:30 മണിക്ക് ഞാൻ പറഞ്ഞേ കണ്ണുറന്നതാണ്. 1 മണിക്കൂറൊന്നും ഉറങ്ങാൻ കിട്ടിയ സന്തോഷം. സുഖമായി കിടന്നുറങ്ങും. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫാൻ ഓഫാക്കിയില്ലെങ്കിലേ ഞാൻ ഇരുന്നുറങ്ങും. ഗീത ആയിരിക്കില്ല പിന്നെ എടുക്കുന്നത്. വേറെ വല്ല നമ്മുടെ എന്താ പറയുക, സിനിമാ കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവും. നല്ല ഉറക്കം വരുന്നു. എല്ലാവരും വരുമോ? അത് കുഴപ്പമില്ല ജയകുമാർ പ്രഭു. ഇപ്പോൾ പോവും. 12-ാം തീയതി വരുന്നുണ്ടോ? ഞാനില്ല, ഞാനിവിടെ അല്ലേ. സുഷമാമ്മേ ഹരേ കൃഷ്ണ. പിന്നെ ഇനി ആരെങ്കിലുമൊക്കെ വരാണ്ടേ വേഗം വരുമോ? നമ്മുടെ ദിവ്യ മാതാജിയുടെ അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു ഇന്ന്, കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ഇനി ആരെങ്കിലും? എത്ര പേര് വരാനുണ്ട്? വേഗം വരൂ. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നിട്ട് വേണം ക്ലാസ് എടുക്കാൻ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങും ഞാൻ. വേഗം വരൂ എല്ലാവരും. ഹലോ ഹായ്, എന്താ പരിപാടിയെന്നോ? ഇവിടെ ഒരു കല്യാണം നടക്കുക മാതാജി.
കല്യാണത്തിന് കൂടാൻ വന്നതാ. എഴുപത്തൊന്ന്. ഓഹോ, മാഡം ചോറ് കഴിക്കണം. സൗണ്ട് ഇല്ലെന്നോ? ഇനി എനിക്ക് ഒച്ചയെടുക്കാൻ വയ്യ. ഇത്രയും ഒച്ചയില്ല, എനിക്ക് തൊണ്ടവേദന എടുക്കുന്നു. രാവിലെ കുട്ടികളുടെ അടുത്ത് അലച്ച് ഒരു വഴിയായി. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നവർ വരട്ടെ. ഡെയിലി ക്ലാസ് എടുക്കുന്നു, എന്നിട്ട് പിന്നെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ പറയുക? വല്ലപ്പോഴും ലൈവിൽ കയറി വരുന്നിട്ട് എന്താ ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ക്ലാസ് ആണെന്ന് അറിഞ്ഞൂടെ? നമ്മുടെ പേജിൽ ക്ലാസ് വന്നതാനൊക്കെ അല്ലേ പോവുക. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 9342494941. എന്ത് കാര്യം ഉണ്ടെങ്കിലും വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക. ദിവ്യേ, ഇത്രയൊക്കെ സൗണ്ട് ഉള്ളൂ ദിവ്യേ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഗുരുവായൂരിൽ ദർശനം നടത്താൻ താല്പര്യമുള്ളവർ ദയവായി റൂം നേരത്തെ ബുക്ക് ചെയ്യുക. രാവിലെയും വൈകുന്നേരവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഭാത മഞ്ജരി എന്ന് പറയുന്ന ഗീതാ പഠന ക്ലാസ്സും കൃഷ്ണയാമം എന്ന് പറയുന്ന മഹാഭാരതം ക്ലാസ്സും എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ദിവസേന നടക്കുന്ന അന്നദാനത്തിലും മാക്സിമം ഷെയർ ചെയ്യുക. സിന്ധു മാതാജി വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കൂ. പിന്നെന്താ, കിച്ചൂട്ടനും രാധാറാണിക്കും പാലും ഹാരവും വെച്ചവരുടെ പേരും ലിസ്റ്റും വായിച്ചു കഴിഞ്ഞു. ഇപ്പൊ ശരിയായില്ലേ? ഞാൻ താർത്ത് വിളിച്ചപ്പം. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? എനിക്കൊരു അബദ്ധം പറ്റി. ഇപ്പോഴും അതേ സംഭവിക്കാറുള്ളൂ, ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹത്തിന്റെ കാര്യം? അത് മാർച്ചിലല്ല, ഫെബ്രുവരിയിലാണ്. സോറി, ഫെബ്രുവരി 14. അപ്പം നമുക്ക് ആ സമയത്തേക്ക് ഒരു 12 ഒക്കെ ആകുമ്പോഴേക്കെങ്കിലും പച്ചക്കറിയുടെ കാശ് അവിടെ എത്തിക്കണം. സഹായിക്കില്ലേ എല്ലാവരും സഹായിക്കണം. എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയത്. ഞാൻ അബദ്ധം പറ്റിപ്പോയി. ഞാൻ ആ ഡേറ്റ് മാറിപ്പോയി കേട്ടത്. സാറേ ഒരു 1 അവർ കഴിഞ്ഞിട്ട് വിളിക്കും. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. 1 അല്ലെങ്കിൽ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 അവർ സാറേ. ഓക്കെ സർ, താങ്ക് യു. അതെ ഞാൻ ലൈവിലാണ് സർ, ക്ലാസ് എടുത്തോണ്ടിരിക്കാം. ഓക്കെ സർ, താങ്ക് യു. മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് GPay നമ്പർ നോക്കി. ഇന്ന് അന്നദാനം ഇല്ല. അപ്പം എൻ്റെ മെസ്സേജ് അതെന്താ അങ്ങനെ? രമണൻ പ്രഭു മെസ്സേജ് അയച്ചു, എനിക്ക് മനസ്സിലായില്ല. കുളിക്കാനും കളിക്കാനും ഒളിക്കാനും ഒക്കെ ഒന്നും മനസ്സിലായില്ല. അപ്പം ഇന്ന് രാവിലെയാണ് ആ കോള് വന്നത്. അപ്പം കഴിയുന്നവരൊക്കെ സപ്താഹം കേൾക്കാൻ പോവുക. സപ്താഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പുണ്യമാണ്. അത് കേൾക്കാൻ പോവുക. പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക്. നമുക്കവിടെ പച്ചക്കറി കൊടുക്കണം. ഫെബ്രുവരി 14 തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്. മാർച്ച് എന്നായിപ്പോയി, ഫെബ്രുവരിയിലാണ്. 12 പൈസ എത്തിക്കണം. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ വേറെന്താണ്? മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? ഒന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. കഴിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ചോറ് എടുത്തിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കൂ. ഞാൻ ഒരു 5 മിനിറ്റ് ക്ലാസ് തുടങ്ങാതെ വെയിറ്റ് ചെയ്യാം. 1:30 മണി. ചേച്ചി നമസ്കാരം. 5 മിനിറ്റ് കൊണ്ട് ചോറ് എടുത്തിട്ട് കയ്യിൽ കൊണ്ടുവന്ന് വെക്കൂ. മൊബൈൽ എവിടെയെങ്കിലും സമാധാനമായിട്ടൊരു ഭാഗത്ത് വെക്കൂ. എന്നിട്ട് കഴിച്ചുകൊണ്ട് കേൾക്കൂ ക്ലാസ്. 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. വേഗം ഓടിച്ചെന്നിട്ട് റെഡിയാക്കൂ. 1:25 1:30 ക്ലാസ് തുടങ്ങും. സുജു ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഞാനിവിടെ മര്യാദയ്ക്ക് ഇരുന്നെങ്കിലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കാണുന്നില്ലേ ഞാൻ ഈ ചക്രശ്വാസം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? സഞ്ജു വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എനിക്ക് ഒരുപാട് യാത്രകളുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ, ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സ്വയം കുക്ക് ചെയ്ത് നിങ്ങൾ എന്നെ ഇവിടെ ഇരിക്കുമെങ്കിൽ നിങ്ങളങ്ങ് പോരെ. നമുക്കെല്ലാവർക്കും കൂടെ സുധീരെ വീട്ടിൽ കൂടാം. അവിടെ ആകുമ്പോൾ സുധി അമ്മയും മാത്രമേ ഉള്ളൂ. വെറുതെ ഹാളുടെ കാശൊന്നും കൊടുക്കണ്ടല്ലോ. മുറ്റത്തൊരു പന്തല് വലിച്ചു കെട്ടിയാൽ മതി. ഇനി മറ്റാരെങ്കിലും
വേഗം വരൂ, 5 മിനിറ്റ് സമയം തരാം. വേഗം ലഞ്ച് എടുത്തിട്ട് വരൂ. മാതാജി കാലത്തെ കഴിച്ചു പുട്ട്, കടലക്കറി, പപ്പടം. അപ്പം ഇനിയിപ്പം മാതാജിക്ക് വേണ്ട, രാത്രിയിലേക്ക് മതി. ഹെവി ഫുഡായിപ്പോയി രാവിലെ. 1:26 കേട്ടോ. ഇനി 4 മിനിറ്റ്. വേഗം ചോറെടുത്തിട്ട് വരൂ. ചോറ് കഴിച്ചുകൊണ്ട് ക്ലാസ് കേൾക്കും. വേഗം എടുത്തിട്ട് വരും. മോനപ്പം മുതലാളി കൊടിയൊക്കെ പറപ്പിച്ച് വരുന്നുണ്ട്. വേഗം വരൂ. എന്താ സുദീപ് എത്ര ചിരിക്കാൻ? ഓഹോ, ഞങ്ങൾ അങ്ങോട്ട് വരും. ഈ സുജുവിനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ? ലൈവായി പോയി സുജു. ഇല്ലെങ്കിൽ ഒരു വലിയ വടിയെടുത്ത് തലക്കിട്ടിട്ട് ടിങ് എന്നൊരു അടി വെച്ചെന്നേനെ. അപ്പം അവിടെ ഇങ്ങനെ പ്ലിങ് എന്നും പറഞ്ഞിരുന്നേനെ 100 പ്രാവശ്യം. എന്നാൽ പിന്നെ ഇതിലങ്ങോട്ട് ഇട്ടൂടെ ലൈവിലേക്ക്? എന്തിനാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുന്നത്? നാട്ടുകാർ മൊത്തം കേൾക്കുന്ന ലൈവിൽ കയറിയാണോ ഓരോ മെസ്സേജ് ഇടുന്നത്? മിണ്ടാണ്ടിരിക്കുക അവിടെ. ഇതാ അടുത്ത ആള് ലേഖാശ്രീ മാതാജി. ഇനി ലൈവിൽ ഇങ്ങനത്തെ പേഴ്സണൽ മെസ്സേജ് ഇടുന്ന ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂല. കേട്ടല്ലോ ഗിച്ചൂട്ടാ, നമുക്ക് മിണ്ടാണ്ടിരിക്കാം. അവിടെ ഇരിക്കട്ടെ. പ്രീതി പ്രദീപ് മാതാജി, പുഷ്പ മാതാജി, സുഷമ മാതാജി. ഇവരെയൊക്കെ ഞാൻ എന്താ ചെയ്യാ? എന്താ കുട്ടികളെ നിങ്ങളിങ്ങനെ? എനിക്ക് വയ്യ. നിങ്ങളൊന്നും ചോറ് ഉണ്ടണ്ട, ഞാൻ ക്ലാസ് എടുക്കാൻ പോവാം. ആഹാ, ചോറ് എടുത്തുകൊണ്ട് വരാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ അവിടെ ഇരുന്ന് കുത്തി കുത്തി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണം. ഇനി ശ്രുതിക്ക് അതെന്താ പറഞ്ഞതെന്ന് അറിയണം. ആരാ കയ്യും പൊക്കിക്കൊണ്ടുവരുന്നത്? രാജി മാതാജി. എന്താണാവോ ഇനി അടുത്ത വിശേഷം? അയ്യോ നാരായണ, എൻ്റെ പൊന്നു സുജു. സുജു കുവൈത്തിലാണല്ലോ. എനിക്കൊരു ടിക്കറ്റ് എടുത്തരൂ സുജു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് 2 തല്ല് തരാലോ. ഓ, പ്രീതി മാതാജിക്ക് 12 മണിയായിട്ടില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ എൻ്റെ മീ. സുധി, ഈ സുജുനോട് മിണ്ടാണ്ടിരിക്കാൻ പറ. ദിവ്യ എവിടെ? മിണ്ടാണ്ടിരിക്കാൻ പറ ഇതിനോട്. ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റ്. വിഷ്ണു ചോദിക്കണോ, അമ്മേ ഞാൻ പാവല്ലേന്ന്? നീ 4 പേരെ കൊന്നിട്ട് അവിടെ വന്നിരിക്കണേന്ന് ഞങ്ങൾ ആരേലും പറഞ്ഞോ? നീ പാവല്ലേന്ന് ചോദിക്കാൻ? ആഹാ, നീ ആരേലും കൊന്നിട്ടാണോടാ അവിടെ വന്നിരിക്കണേ? 2 മിനിറ്റും കൂടെ ഉണ്ട്. 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അവൻ്റെ ഒരു പാവത്തര ചോദിക്കാൻ വന്നിരിക്കുന്നു. അല്ല പിന്നെ ഇനിയിപ്പം 3 പേര് കൈകൂപ്പലായി. ഇനി വേറെന്തെങ്കിലും വിശേഷങ്ങളാണ് പറയേണ്ടത്, അല്ലാണ്ട് പേഴ്സണൽ പ്രാർത്ഥന റിക്വസ്റ്റുകളൊന്നും പറയരുത്. 1 മിനിറ്റ് സമയം കൊണ്ടുണ്ട്. കൃത്യം 1:30 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ചോറെടുത്തോ. വിഷ്ണു ഇപ്പം അമ്പലത്തിലല്ല, വിഷ്ണുവിന് വേറൊരു സ്ഥലത്താണ് ജോലി റെഡിയാക്കി കൊടുത്തത്. അതാണ്, മാവും തൈയും കൊടുത്തില്ല, ചക്കത്തൈയും കൊടുത്തില്ല, പറ്റിച്ച്. നമുക്ക് ആ മൊത്തത്തിൽ വെട്ടിക്കൊണ്ട് വരണം സുജു അടുത്ത പ്രാവശ്യം നാട്ടിലെത്തിയാൽ. ആ സരിത മാതാജി പറഞ്ഞത് കറക്റ്റാണ്. സൂം അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് വേണം. ഇവരെല്ലാം ഒന്ന് ശരിയാക്കണം എനിക്ക്. ആഹാ, അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. ആദ്യം സുജുവിനെ പിടിച്ച് റെഡിയാക്കണം. പിന്നെ ഏപ്രിൽ മാസത്തിലെ കല്യാണത്തിന് ഇപ്പം മറ്റേ വിഷ്ണു വിളിച്ച സുജു ഇപ്പൊ കുവൈത്തിൽ നിന്ന് ഓടി വരികയല്ലേ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരണം സുജു. അതിന് എന്താ പറയാ, ടിക്കറ്റ് എടുത്ത് വരുന്നാണെങ്കിൽ ഞങ്ങൾ വിളിക്കും. സുജു വന്നാൽ നല്ല രസം, അടിച്ചു പൊളിക്കാം. നമുക്ക് കുറെ ചിരിച്ച് മരിക്കാം. 1:30. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ശ്രീല പ്രഭുപാജിയുടെ ഗീതയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇസ്കോണിൻ്റെ. ആ ഗീത ലോകത്ത് പല ഭാഷകളിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പ്രചരണത്തിനും കൃഷ്ണാവബോധത്തിനും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ, വളരെ സിമ്പിളായ രീതിയിലാണ് തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീല പ്രഭുപാജി നമുക്ക് ഗീത നൽകിയിരിക്കുന്നത്. താങ്ക് യു സുജു, സ്വീകരിച്ചു. അത് ഉമ്മയായതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 73 പേരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി എന്ന് പറയുന്നത് കണ്ണൻ വൈപ്പിനാണ്. നല്ല കുട്ടി, മൊത്തം ക്ലാസ്സും കേൾക്കുന്ന നല്ല കുട്ടി. ബാക്കി എല്ലാം കുരുത്തം കെട്ടേറ്റിങ്ങളാണ്, എല്ലെണ്ണവും കുരുത്തക്കേടിൻ്റെ ഉസ്താദുകളാണ്, ഒരു രക്ഷയില്ല. എല്ലാം ഭയങ്കര വികൃതി കുറുമ്പന്മാരാണ്. വികൃതി കുറുമ്പന്മാരും വികൃതി കുട്ടികളുമാണ്. കണ്ണൻ മാത്രമാണ് നല്ല കുട്ടി. അപ്പോൾ നമ്മളെ 8-ാമത്തെ ശ്ലോകമാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താ അത്? എപ്പോഴും പറയുന്നൊരു കാര്യം. രാജു കേൾക്കും. എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സാധൂനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരുടെ, സാധുക്കളുടെ. സാധു എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തർ. പരിത്രാണായ, പരിത്രാണായ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക്. പരിത്രാണം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷയ്ക്ക്. ദുഷ്കൃതാം, അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന. വിനാശായ, അവരുടെ വിനാശത്തിനും. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ആ ധർമ്മത്തെ നിലനിർത്താനുമായിട്ട്. യുഗേ യുഗേ, ധർമ്മത്തെ നിലനിർത്താനുമായിട്ട് യുഗങ്ങൾ തോറും. സംഭവാമി, ഞാൻ അവതരിക്കുന്നു. ആരാണ്? നമ്മുടെ കിച്ചൂട്ടൻ. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതിലെ സാധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തർ എന്നാണ് അർത്ഥം. ഓക്കെ, സുജു ജിഷ മാതാജിക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ജിഷ മാതാജി എവിടെയായിരുന്നു? ഇനി നേരം വൈകി വരണം. എല്ലാ ദിവസവും ക്ലാസ്സിൽ പിടിച്ച് ബ്ലോക്ക് ചെയ്യും ഞാൻ, നേരം വൈകി വന്ന. ഭക്തരെ സംരക്ഷിക്കാനും തെറ്റായ രീതിയിൽ ജീവിക്കുന്ന, തെറ്റായ രീതിയിൽ എന്താ പറയാ, ഭഗവാനെ വ്യാഖ്യാനിക്കുന്ന എല്ലാവരെയും, എല്ലാ എന്താ പറയാ അധർമ്മത്തെയും എല്ലാത്തെയും എന്താ പറയാ നശിപ്പിച്ചിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, ധർമ്മത്തെ വീണ്ടും നിലനിർത്താൻ വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആര് പറയുന്നു? ഭഗവാൻ പറയാണ്. ഭഗവാൻ യുഗങ്ങൾ തോറും അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ സാധൂനാം എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? പരിത്രാണായ സാധൂനാം. ഈ സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തർ, അതുപോലെ തന്നെ പുണ്യാത്മാവ്, അങ്ങനെ രണ്ടർത്ഥം വരുന്നുണ്ട്. പുണ്യാത്മാവ് എന്നൊരു അർത്ഥവും കൂടെ ഈ സാധു എന്ന് പറയുന്ന വാക്കിനുണ്ട്. ഓക്കെ, സാരല്ലേ ജിഷ ചേച്ചി, സമാധാനായിട്ടിരിക്കും. എനിക്കിന്ന് ഭയങ്കര സന്തോഷാമേ. ഉറക്കമില്ലാത്ത മനുഷ്യൻ. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വെള്ളം ഒഴിച്ച് ഞാനും ബിന്ദുമ്മയും കൂടെ കഴുകി. അപ്പം ഞാൻ പറഞ്ഞു, ബിന്ദുമ്മ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. ബിന്ദുമ്മ വെള്ളം ഒഴിച്ച് ഞാനിത് ഇങ്ങനെ മോപ്പ് വെച്ച് കഴുകി. വെള്ളം ഒഴിക്കല്ലേ ബിന്ദുമ്മ, മതി ബിന്ദുമ്മ, മതി ബിന്ദുമ്മ എന്ന് പറഞ്ഞിട്ട് ബിന്ദുമ്മ കേട്ടില്ല. നന്നായിട്ട് വെള്ളം ഒഴിച്ചു. അത് ആ പൈപ്പ് വഴി നേരെ താഴെ താമസിക്കുന്ന വീട്ടിന്റെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചിയുടെ ബൈക്കിന്റെ മേളിൽ പോയിട്ട് അങ്ങ് വീണു. അവരവിടെ കിടന്ന് ബിന്ദു പാട്ടി ബിന്ദു പാട്ടി എന്ന് അലറി വിളിച്ചു. ഞാൻ ജീവനും കൂടി വീട്ടിൻ്റെ അകത്ത് കയറി. എനിക്ക് വയ്യ പോരാടാൻ. ബിന്ദുമ്മ എന്നെ പോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പൊ ഇവിടെ സാധു എന്ന് പറയുന്ന വാക്കിന് ഭക്തർ എന്ന് മാത്രമല്ല പുണ്യാത്മാവ് എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, ഭഗവത്ഗീതയില് ഈ പുണ്യാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം പുണ്യാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടമായിരിക്കുന്ന അർത്ഥം, അതായത് ശരിക്കും എന്താ പറയാ, ശരിക്കും അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം നേടിയ ആൾ, കൃഷ്ണാവബോധം ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ സാധു എന്ന് പറയുന്നത്. ഓക്കെ, പോരാട്ടം തുടങ്ങട്ടേന്നോ? ഇവിടുന്നെല്ലാം കൂടെ കെട്ടിപ്പറക്കി ഞാൻ അങ്ങ് മലപ്പുറത്തേക്ക് വരും. അവിടെ എനിക്കൊരു ഷെഡ് കെട്ടി തന്നേക്ക്, ഞാനങ്ങ് താമസം തുടങ്ങിക്കോളാം, ഈ നാട്ടുകാർ എന്നെ ഓട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ ഒരാള് പ്രത്യക്ഷത്തിൽ ധാർമ്മികനല്ലെങ്കിൽ കൂടി പരിപൂർണമായി കൃഷ്ണാവബോധം നേടിയിരുന്നാൽ അയാളെ സാധു എന്ന് പറയാം. എന്താ അതിന്റെ അർത്ഥം? കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലോ അല്ലെ? പ്രത്യക്ഷത്തിൽ ധാർമ്മികനല്ലെങ്കിൽ കൂടിയും. അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത്? പ്രത്യക്ഷത്തിൽ ധാർമ്മികനല്ലെങ്കിൽ കൂടിയെന്ന്. അതായത് ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അവര് കുറേ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട്
ഒരു എന്താ പറയുക, ആരോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. അപ്പം നമ്മൾ എന്താ പറയുക, എന്തൊരു മനുഷ്യനത്, ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യനൊന്ന് ചിരിച്ചൂടെ ഇയാൾക്ക് എന്നൊക്കെ പറയും. അപ്പം ആ ധാർമ്മികൻ നമ്മൾ കാണുമ്പോൾ അവർ ധാർമ്മികമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ കൂടിയും ആ വ്യക്തി ചിലപ്പോൾ പരിപൂർണമായ കൃഷ്ണാവബോധം നേടിയ ആളായിരിക്കാം. അതായത് ഭഗവാൻ എന്താണെന്നറിഞ്ഞ്, ഈ ലോകം എന്താണെന്നറിഞ്ഞ്, മായ എന്താണെന്നറിഞ്ഞ്, ഭക്തരെന്താണെന്നറിഞ്ഞ്, ഭഗവാന്റെ നിവേദ്യങ്ങൾ എന്താണെന്നറിഞ്ഞ്, അതുപോലെ യമനിയമങ്ങൾ അറിഞ്ഞ്, നാമാപരാധങ്ങൾ അറിഞ്ഞ്, ഗീതയും ഭാഗവതവും സത്സംഗവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഉയർന്ന വ്യക്തികളാവാം. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ എന്തായിരിക്കും, അദ്ദേഹം ധാർമ്മികപരമായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കില്ല. കാരണം എന്താ, അവരൊന്നിലും ഇടപെടുന്നില്ല. അതിന്റെ അർത്ഥം അവര് നോർമൽ ആൾക്കാരല്ല എന്നല്ല, അവർ ഈ ലോകവുമായി ഡിറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് അല്ല. അതായത് ലോകവുമായി ബന്ധമില്ല, ലോകവുമായി ഒരു കണക്ഷൻ വിട്ടിരിക്കുകയാണ്, ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാൾക്കാർ. എന്നാൽ ചില വ്യക്തികൾ എങ്ങനെയായിരിക്കും, ഭഗവാനുമായി ഭയങ്കര അടുപ്പമാണെന്ന് കാണിക്കും, എന്നാൽ ഹൃദയം കൊണ്ട് അവർ ഒരടുപ്പവും ഉണ്ടാവില്ല. അത് അവരോട് കൂടെ ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ രണ്ട് വിധത്തിലുള്ള വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഇവിടെ ഭഗവത്ഗീതയിലൂടെ സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവര് ചിലപ്പം ധാർമ്മികതയുള്ള ആൾക്കാരായിരിക്കില്ല, പക്ഷെ അവര് കൃഷ്ണാവബോധം നേടിയ ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാധു എന്ന് പറയുന്നത്. ക്ലിയർ? ദുഷ്കൃതാം എന്ന് പറയുന്നുണ്ട്. ദുഷ്കൃതാം എന്ന പദം കൃഷ്ണാവബോധത്തെ അവഗണിക്കുന്ന ആൾക്കാർക്കുള്ള പേരാണ് ദുഷ്കൃതാം എന്ന് പറയുന്നത്. ഓക്കെ, ദുഷ്കൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തെ അവഗണിക്കുന്ന ആൾക്കാര്. ഭഗവാൻ എന്താണ്, ഭഗവാന്റെ യമനിയമങ്ങൾ എന്താണ്, ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭക്തി എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരാണ് എന്തെന്ന് പറയുന്നത്, അധാർമികർ. അവരാണ് ദുഷ്കൃതർ എന്ന് പറയുന്ന വാക്കിനർത്ഥം. ഓക്കെ, അവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടെ ചേർക്കാൻ പറ്റില്ല. ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസ ബിരുദങ്ങളിൽ അലങ്കരിക്കപ്പെടുന്നവരായാലും ഇത്തരം ദുഷ്കൃതികൾ മൂഢരും മനുഷ്യധാമരുമാണെന്നാണ് പറയപ്പെടുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടാവും, വല്ല ബിടെക്, എംടെക്, അത് ഇത് PhD, അങ്ങനെ 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 അങ്ങേ അറ്റത്തെ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കും. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല. നമ്മൾ കാണാറില്ലേ, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള വീടായിരിക്കും. ആ വീട്ടിലെ ആള് ചിലപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ഭയങ്കര സംഭവബഹുലമായ ആൾക്കാരായിരിക്കും. ഇങ്ങനെ ഉണ്ട്, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട് ഒരാൾ, ഒരു ഡോക്ടറാണ്, ഭയങ്കര സംഭവബഹുലമായ ആൾക്കാരായിരിക്കും. പക്ഷെ ഒന്ന് ചിരിക്ക പോലും ചെയ്യില്ല മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒന്ന് ചിരിക്കൊന്ന് മുഖത്ത് പോയി ചിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അവരങ്ങോട്ട് റിമോട്ട് ഗേറ്റിന്റെ മുകളിൽ റിമോട്ട് ഗേറ്റുള്ള വീടൊക്കെ വെച്ചിട്ട് മിണ്ടാണ്ട് അങ്ങ് വീട്ടിലിരിക്കും. പറയുമ്പോൾ ഭയങ്കര നോളേജ് ഒക്കെയാണ്, പക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ റോട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോക്ക്, നന്ദി എന്ന് പറയും. ആ നന്ദി പോലും ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ അതേപോലെ അവരുടെ വീടുകൾ, ആ വീടുകളിലുള്ള ജോലിക്കാരെന്ന് പറഞ്ഞാൽ വെറും തറകളായിട്ടാണ് കാണുക. എന്തോ ഒരു 10, 50, 60 വർഷം മുമ്പേയുള്ള അടിമവേല ചെയ്യുന്ന ആൾക്കാരെ പോലെ കാണും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കാണരുത് ആരെയും. റോട്ടിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിലും ശരി, ഉന്നത പദവി അലങ്കരിക്കുന്ന ആളാണെങ്കിലും ശരി, അത് ശരീരവും ജീവാത്മാവുമാണെന്നുള്ളൊരു ബോധം നമ്മൾക്കുള്ളിൽ വേണം. അവനിലും പ്രവർത്തിക്കുന്നത് ഭഗവാനാണ് എന്ന ബോധം വേണം. ഒരാളുടെ വസ്ത്രധാരണ രീതിയിലോ അവന്റെ വിദ്യാഭ്യാസത്തിലോ അവന്റെ സൗന്ദര്യത്തിലോ അവൻ ജോലി ചെയ്യുന്ന ആ പൊസിഷനിലോ അല്ല നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരാളെയും വിലയിരുത്തരുത്. ഇനി ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിലും അവൻ എന്തൊട്ട് പണിയും തൊഴിലൊന്നും ഇല്ലാണ്ട് ചുമ്മാ നടക്കുന്നത്, അങ്ങനെയും നമ്മൾ പറയരുത്. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. മനസ്സിലായില്ലേ? നമ്മൾ എന്താണെന്നുള്ളത് ഭഗവാനാണ് നിശ്ചയിക്കേണ്ടത്. ചില ആൾക്കാർ സംസാരിക്കും, നിങ്ങൾക്കറിയുമോ ഞാൻ ഏത് പൊസിഷനിലാണ്, ഞാൻ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആരാ, ദൈവമാണോ? അല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ അവരെ അങ്ങോട്ടേക്ക് വലിയ സംഭവമാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ച് നമ്മൾ വലിയ ബഹുലമാക്കി ഒന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. ഈശ്വരനും വ്യക്തികളുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മൾ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്, താഴേക്ക് വാക്കരുത്. ഒരാളെയും നമ്മൾ മേലോട്ട് വാക്കണ്ട. ഒരു മീഡിയം ലെവലിൽ എല്ലാവരെയും ബഹുമാനിച്ചു പോവുക. ഒരാൾക്കും വലിയ സ്ഥാനം, ഒരാൾക്ക് ചെറിയ സ്ഥാനം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാതാജി വിഷ്ണുവിനോ ദിവ്യക്കാർക്കോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ മെസ്സേജ് ഒന്നും അമ്പിളി മാതാജി നോക്കില്ല,
കാരണം അമ്പിളി മാതാജിക്ക് എന്താ പറയുക, കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ മെസ്സേജുകൾ മാത്രമേ നോക്കൂ. ഞാനങ്ങ് എന്താ പറയുക, ഇടിവെട്ടിയ തെങ്ങ് പോലെ ആയിപ്പോയി. രാത്രി 1 മണിക്കൊക്കെ ഇരുന്നിട്ട് ഈ മെസ്സേജ് നോക്കുന്ന എനിക്ക് എന്താ പ്രാന്താണോ എന്ന് പോലും ചിന്തിച്ചു പോയി. ഈ മഞ്ജരീസിൽ ഞാൻ ഒരാളെ പോലും എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചിട്ടില്ല. എല്ലാവരും എനിക്ക് ഈക്വലാണ്. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഒരേപോലെ അല്ലാത്ത ഒരു വ്യക്തികളും എനിക്ക് മഞ്ജരീസിലില്ല. അച്ഛ എന്ന് വിളിക്കേണ്ട എല്ലാവരെയും ഞാൻ അച്ഛ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അമ്മ എന്ന് വിളിക്കേണ്ട എല്ലാവരെയും ഞാൻ അമ്മയെന്നാണ് വിളിക്കേണ്ടത്. ചേച്ചി എന്ന് വിളിക്കേണ്ട എല്ലാവരെയും ഞാൻ ചേച്ചി എന്നാണ് വിളിക്കേണ്ടത്. ചേട്ടാന്ന് വിളിക്കേണ്ടവരെ ചേട്ടാന്നും, സാറെന്ന് വിളിക്കേണ്ടവരെ സാറെന്നും, മോനേന്ന് വിളിക്കേണ്ടവരെ മോനെന്നും, പേര് വിളിക്കേണ്ടവരെ പേരുമാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി അവരുടെ ആ ഒരു വേർഡ് കേട്ടപ്പോൾ. എന്തിനാ അങ്ങനത്തെ ഒരു മെസ്സേജ്? എങ്ങനെ അവർക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നു എന്നായിപ്പോയി. എന്നിട്ട് അവർ ഗ്രൂപ്പിൽ നിന്നേ ലെഫ്റ്റ് ആയിപ്പോയി. ആലോചിച്ച് നോക്കണം, അവർ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവർ ലെഫ്റ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ ആലോചിക്കണം, എനിക്ക് അവരുടെ മൊബൈൽ നമ്പർ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി മഞ്ജരീസിലൂടെ മെസ്സേജ് നോക്കി വരുമ്പോൾ അവരിട്ട മെസ്സേജിന് ഞാൻ അപ്പം റിപ്ലൈ കൊടുക്കും. അപ്പം അവരെന്നോട് അടിപിടിക്കാൻ വരും. അന്നിട്ട മെസ്സേജാണോ നിങ്ങൾ ഇന്നാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബഹളം കൂട്ടാൻ വരും. അപ്പം ഇതൊക്കെ ആളുകളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ചിന്താഗതിയാണ്, മൈൻഡിലുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ക്ലാസ്സിലാണെന്ന് പറയും ബിന്ദുമ്മേ, അദ്ദേഹത്തിനെ കൂടെ 16 മാല ജപിപ്പിക്കാതെ. അപ്പോ നമ്മള് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ മാന്യമായിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ മാന്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരും സ്പെഷ്യലൊന്നുമില്ല. ഓക്കെ, അപ്പോ പഠിപ്പോ സംസ്കാരമോ ഇല്ലെന്നിരിക്കലും 100% കൃഷ്ണാവബോധം സിദ്ധിച്ച മനുഷ്യൻ സാധു അത്രേ. വലിയ എന്താ പറയാ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് വലിയ പേപ്പേഴ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ആവശ്യമില്ല. ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് ജീവിതത്തിൽ തിരിച്ചറിവാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു തിരിച്ചറിവില്ലാത്തൊരു വ്യക്തിയെ മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല, സാധു എന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ജീവനുള്ള ഒരു എന്താ പറയാ ഒരു ജീവാത്മാവിനോട് കാരുണ്യം തോന്നാത്ത ഒരാളിനെ നമുക്കൊരിക്കലും ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. മനസ്സിലായില്ലേ? അതിന് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും കാര്യമില്ല, ആസ്തി ഉണ്ടായിട്ടും കാര്യമില്ല, ഒന്നിനും കാര്യമില്ല. ബിന്ദുമ്മ എന്തിനാ ഗ്യാസ് കത്തിക്കണേ? ഗ്യാസ് ഓഫ്. ഇവിടെ വരൂ വരൂ വരൂ. വരൂ ബിന്ദുമ്മേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെയോ സ്വത്തിന്റെയോ സമ്പാദ്യത്തിന്റെയോ ഡിഗ്രിയുടെയോ നിലയിലല്ല നമ്മൾ ഒരാളെ വാല്യൂ ചെയ്യേണ്ടത്. ആ വ്യക്തി കൃഷ്ണാവബോധമുള്ള വ്യക്തിയാണോ നോക്കണം. അവന് ഭഗവാനെ കുറിച്ച് എന്തറിയാം? അവൻ ഭഗവാന്റെ മുമ്പിൽ അവന്റെ ശിരസ് കുനിയുന്നുണ്ടോ? ഭഗവാന് അടിമപ്പെട്ടാണോ ആ വ്യക്തി ജീവിക്കുന്നത്? ഇത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രം ഇടപെട്ടാൽ മതി. പക്ഷെ ചില ആൾക്കാർ ഈ കൃഷ്ണാവബോധത്തിലും ഉണ്ട് കേട്ടോ. കൃഷ്ണാവബോധത്തിലും ചില ആൾക്കാരുണ്ട്. അപ്പൊ എന്താ സംഭവം? ബിന്ദുമ്മ എത്ര നേരമായി വിളിക്കണു? ഗ്യാസിന്റെ മുകളിലുള്ള ഒരു പരിപാടിയും വേണ്ട. അവിടെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾ ചോറെടുത്ത് വേണമെങ്കിൽ കഴിക്കും. ഗ്യാസിന്റെ മുകളിൽ ഒരു പരിപാടിയും ബിന്ദുമ്മയ്ക്ക് അവിടെ ഇല്ല. ഞാൻ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കടലക്കറി വെച്ചിട്ടുണ്ട്, പിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൈര് റെഡിയാണ്, അച്ചാർ റെഡിയാണ്, മോര് റെഡിയാണ്, പപ്പടം റെഡിയാണ്, ചമ്മന്തി റെഡിയാണ്. ഇനി ഗ്യാസിന്റെ മുകളിൽ ബിന്ദുമ്മയ്ക്ക് ഒരു പണിയില്ല. ചുമ്മാ പോയി ഗ്യാസ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുക. ചോറെടുത്തിട്ട് ഇങ്ങോട്ട് വരൂ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, പഠിപ്പോ സംസ്കാരമോ ഒന്നുമല്ല നമ്മളെ നോക്കുന്നത്. നമ്മൾ ഭഗവാനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ഭഗവാനെ അടിമപ്പെട്ട് നമ്മൾ എത്ര കാലം എത്രത്തോളം എത്ര മാന്യമായി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെയും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് ഉള്ള മനുഷ്യന്മാർ മാത്രമേ മനുഷ്യത്വമുള്ളവരുള്ളൂ. അല്ലാത്തവര് നികൃഷ്ട ജന്മങ്ങളെ നമുക്ക് പറയാൻ പറ്റൂ. അതാണ് ഇവിടെ പറയുന്ന ദുഷ്കൃതാം എന്ന് ഗീതയിൽ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുടെ മൈൻഡ് ശരിയല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുന്നത്? നിരീശ്വരവാദികളെ കുറിച്ചാണെങ്കിൽ രാവണനെയും കംസനെയും എന്ന പോലെ അവരെ സംഹരിക്കാൻ ഭഗവാന് സ്വയം ആവിർഭവിക്കണം എന്നില്ല. ഒരു കംസനെയും ഒരു രാവണനെയും കൊല്ലാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ വരേണ്ട കാര്യമൊന്നുമില്ല. നിഗ്രഹത്തിന് വേണ്ടുന്ന കഴിവുകളുള്ളവരായിട്ട് അദ്ദേഹത്തിന്റെ സേവകന്മാർ ധാരാളമുണ്ട്.
അല്ലേ? ഭഗവാന്റെ സേവകന്മാർ തന്നെ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരെ കൊല്ലാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അസുരന്മാരിൽ നിന്ന് എപ്പോഴും ഉപദ്രവമേൽക്കുന്ന തന്റെ ശുദ്ധഭക്തരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും ഭഗവാൻ അവതരിക്കുന്നത്. അസുരന്മാരെ കൊല്ലാൻ ഭഗവാൻ വരുന്നത് ഭഗവാന്റെ കൂടെയുള്ളവർക്ക് അതിന് കഴിവില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഭഗവാന്റെ പ്രതിനിധി വരുന്നതും ഭഗവാൻ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പോ ഭഗവാൻ വരുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ ആ ഒരു പ്രസൻസ് അത് നമുക്ക് ഒരുപാട് സമാധാനം തരും, അല്ലെ? പ്രിയപ്പെട്ട ഒരാൾ, ഇപ്പൊ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാള് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ അയക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അയക്കാം എന്ന് പറയുമ്പോൾ ആ വരുന്ന വ്യക്തിയേക്കാൾ നമുക്കൊരു ആശ്വാസം കിട്ടും. നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത്, അല്ലെ? അതായത് നമ്മുടെ അച്ഛൻ വരേണ്ട സ്ഥാനത്ത് അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ധൈര്യമാണ്. അതേസമയം അച്ഛന്റെ സുഹൃത്ത് വന്നിട്ട് എന്താ കാര്യം? അച്ഛൻ പറയുന്ന അത്ര അച്ഛന്റെ സുഹൃത്ത് ഒരിക്കലും പറയില്ല. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. അതുപോലെ നമുക്ക് നമ്മുടെ ഭഗവാനോളം വരില്ല ഒന്നും. മനസ്സിലായില്ലേ? ഭഗവാൻ വരുമ്പോ ഭഗവാൻ വന്ന പോലെ ഇരിക്കും. അതിനാണ് ഈ അസുരന്മാരിങ്ങനെ പെറ്റുപെരുകുമ്പോൾ ഭഗവാൻ തന്നെ വരുന്നത്. അത് ഭഗവാന്റെ കൂടെയുള്ള പാർഷദന്മാർക്ക് അവരെ ഇല്ലാണ്ടാക്കാനുള്ള കഴിവില്ലാണ്ടോ അറിവില്ലായ്മയോ ഒന്നുമല്ല. ഭഗവാൻ വരുന്നത് എന്തിനാ? അവരെ കൊല്ലുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾക്ക് മനസ്സമാധാനം തരിക എന്നുള്ള കാര്യത്തിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആശ്വാസവും സമാധാനവും തരിക എന്നുള്ള കാര്യത്തിലാണ് ഭഗവാൻ ഓടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭക്തനെ തന്റെ ഉറ്റ ബന്ധുവാണെങ്കിൽ പോലും ഒരു അസുരൻ ദ്രോഹിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഈ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും അവര് ദ്രോഹിക്കും. ആസുരിക സ്വഭാവമുള്ള ഒരു വ്യക്തികളോടും നമ്മൾ അടുക്കരുത്. നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ കാണാം അങ്ങനത്തെ ആൾക്കാർ. ദൂരെ എങ്ങും പോകണ്ട, അയൽവീട്ടിലേക്ക് ഒന്നും നോക്കണ്ട, നമ്മുടെ കുടുംബത്തിന്റെ അകത്തുണ്ടാവും. അവരുടെ നോട്ടം കണ്ടാലറിയാം അവർ ശരിയല്ല എന്ന്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾക്കൊരു ജോലി കിട്ടിയില്ലേ, നമ്മുടെ മക്കൾക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് അവരോട് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല. അവര് ഇങ്ങനെ ആയിരിക്കും. കറക്റ്റ് നമുക്ക് അവരെ മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് കിട്ടിയ അംഗീകാരം അവർക്ക് ദഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ ഒരു ബന്ധത്തിന്റെ പേരിലും നമ്മൾ കൂടെ നിർത്തരുത്, ഒരിക്കലും കൂടെ നിർത്തരുത്. അത് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ശരിയല്ല എന്നുള്ളത്. ഒരിക്കലും കൂടെ നിർത്തരുത്. എൻ്റെ ഒരു രീതി അതാണ്. അവരെ മുഖത്തുനിന്ന് ആ മനോഭാവം എന്താന്നുള്ള അവരെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തിനാ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ബന്ധുത്വത്തിന്റെ പേരിൽ ചേർത്ത് പിടിക്കുന്നത്? നമ്മൾ മാറി നിന്നേക്കണം. അത്രയ്ക്കും നമുക്ക് എന്താ ഉണ്ടാവുന്നത്? സമാധാനം കിട്ടും, സുരക്ഷിതത്വം കിട്ടും, ആശ്വാസം കിട്ടും. അല്ലാത്ത വ്യക്തികളോട് നമ്മൾ കൂടാൻ പോവരുത്. നമ്മൾ അകന്ന് മാറി നമ്മുടേതായ ഒരു ലോകത്തേക്ക് നിൽക്കണം. അല്ലാത്ത ഒരു വ്യക്തികളോട് നമ്മൾ അടുക്കരുത്. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പോകേണ്ടവരാണെങ്കിൽ അവർ പൊക്കോളും. നമ്മളായിട്ട് ഒന്നിനും നിൽക്കേണ്ട കാര്യമില്ല. അവർ പോകേണ്ട സമയമാകുമ്പോൾ അവരങ്ങ് പൊക്കോളും. ഓക്കെ. പ്രഹ്ലാദ മഹാരാജാവ് ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നു, അല്ലെ? പ്രഹ്ലാദ മഹാരാജാവിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരന്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് അച്ഛനിൽ നിന്ന് ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കൃഷ്ണന്റെ അമ്മ ദേവകി കംസന്റെ സഹോദരിയായിരുന്നു. കംസൻ ആരാ? ഒരു അസുരനായിരുന്നു. ആ ദേവകി എന്ന് പറയണത് ആരാ? കംസന്റെ സഹോദരിയായിരുന്നു. എങ്കിലും അവർക്കും ഭർത്താവായ വസുദേവനും ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കംസൻ എന്തെല്ലാം ദ്രോഹം ചെയ്തു ദേവകിയെ. പ്രഹ്ലാദ മഹാരാജാവിനെ ഹിരണ്യകശിപു എത്രത്തോളം ദ്രോഹിച്ച്. അസുരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവരവരുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും അവർക്കൊരു മര്യാദയും മാന്യതയും ഉണ്ടാവില്ല. അവർ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുടുംബത്തിൽ നമ്മളിപ്പോ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു, ഭഗവാനെ അറിയാൻ നോക്കുന്നു, ശ്രമിക്കുന്നു, അതുപോലെ ജപിക്കുന്നു. പക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ. അവർ ആസുരീക സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരോട് നമ്മൾ അടുക്കാൻ പോകരുത്. അവരെ പാട്ടിനങ്ങ് വിട്ടേക്കണം. നമ്മളായി നമ്മുടെ കാര്യങ്ങളായി. അവരുടെ വർത്താനം കേൾക്കാനും അവരെ തലയിലെടുത്ത് വെക്കാനും അയ്യോ എൻ്റെ ഇന്ന ആളായി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കരുത്. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക. നമ്മൾക്ക് എന്താണോ ആ സ്റ്റാൻഡിൽ നിൽക്കുക. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒരാളുടെ മുഖം കാണാൻ പാടും, രണ്ടാമത്തെ പ്രാവശ്യത്തിന് നമ്മൾ വഴി വെക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രാവശ്യം നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ ചെന്ന് അവരുടെ മുഖം കണ്ടു, അവരുടെ മുഖത്ത് അത്രയും സന്തോഷം, പിന്നെ നമ്മൾ ആ വഴിക്ക് പോകരുത്. സീരിയസ്ലി ഞാൻ പറയാണ്. നമുക്ക് മര്യാദയും മാന്യതയും വേണമെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയാൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നിൽക്കരുത്. നമ്മുടെ വില കളയുന്നത് ആരാണെങ്കിലും എവിടെയാണെങ്കിലും. ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ഒരാളെ ലൈഫിലും നമ്മൾ നിൽക്കരുത്. ഒരാളെ വീട്ടിലും നമ്മൾ പോകരുത്.
മരിക്കുന്നത് വരേക്കും നമ്മൾക്ക് അധ്വാനിച്ച് അതെന്ത് ജോലിയും ആയിക്കോട്ടെ, ഞാൻ എല്ലാ ജോലിയും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. റോഡടിച്ച് വാരി കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്, അറിയോ. ഇന്നലെ ഇപ്പം എനിക്ക് ഒരു വർഷമായിട്ട് എൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു വർഷമായിട്ടൊരു അമ്പാടി എന്ന് പറയുന്ന ഒരു മോൻ, ഒരു നിവർത്തിയില്ലാത്ത ഒരു കുട്ടി, അതിന് സുഖമില്ല, അതിനെ രക്ഷിക്കണം. അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അച്ഛൻ, ബിന്ദമ്മ തറയിലിരുന്ന് കഴിക്കാതെ ബെഡിലിരുന്ന് കഴിക്കുക. അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ പുട്ട് കഴിക്കണേ, ചോറെടുക്കാത്തന്നെ എന്താ? പുട്ട് കൊണ്ടുവച്ചിട്ട് ചോറെടുത്തിട്ട് വരും. ഉച്ചയ്ക്ക് ചോറുണ്ണാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അച്ഛൻ എന്താ ചെയ്യണേന്നറിയോ? ഈ നമ്മൾ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൊട്ടിപ്പാടില്ലേ, അതെടുത്തിട്ട് അമ്പലങ്ങളും ആ പാവം നടക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എനിക്ക് ഈ മാസം ഞാൻ ഒന്ന് അമ്പലങ്ങളിലേക്കൊക്കെ പൈസ കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ടെൻഷനിലാണ്, അതൊന്ന് തീർന്നോട്ടെ, ഉടനെ നിങ്ങളുടെ കാര്യവും ചെല്ലാനം ക്ഷേത്രത്തിലുള്ള ഒരു ഫാമിലിയുടെ കാര്യം അത് രണ്ടും ഞാൻ ചെയ്തു തരാം, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പലതുള്ളി പെരുവെള്ളം പോലെ നമുക്ക് ചെയ്ത് സഹായിക്കും. വേറെ ആരുടെ സഹായത്തിന് വേണ്ടി അവർ പോയാലും ഒരു പ്രശ്നമുണ്ട്. ഈ സഹായിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുന്ന പറയും, അവരുടെ ഒരു കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് അവരത് എടുത്തോണ്ട് പോകും. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലത്തെ സ്വഭാവം കാണിക്കും. അതേസമയം മഞ്ജരീസിലൂടെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? മഞ്ജരീസിലൂടെ എന്ത് ചാരിറ്റി ചെയ്യുകയാണെങ്കിലും തന്നവരുടെ പേര്, ചെല്ലാനം ക്ഷേത്രത്തിൽ നിങ്ങൾ കണ്ടല്ലേ, തന്നവരുടെ പേരടക്കം പറഞ്ഞ് ഇന്ന ആൾ ഇത്ര പൈസ തന്നു എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യം അവരെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. ഇനി അതിലെ ഏതെങ്കിലും പേരുകൾ ചിലപ്പോൾ മെസ്സേജിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ചാരിറ്റിയിൽ അവരെ പേര് ഇൻക്ലൂഡ് ആയിരിക്കും. അത്രയും കൃത്യമായിട്ട് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നു. സുധീനോട് ചോദിച്ചു നോക്കൂ, സുധി ആ വല്ലാത്ത അത്യാഹിത ഘട്ടത്തിൽ പാവത്തിന് അത് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അതിന്റെ ഗതികെട്ട അവസ്ഥയിൽ അത് ചോദിച്ചില്ല എന്നോട്. എൻ്റെ അടുത്ത് സുജ മാതാജിയെ വിളിച്ചു പറയുന്നു, സർജറിക്ക് കിടക്കാം മാതാജി. സുഹൃത്തിനോടാണ് ചോദിച്ചത്, നമ്മളോട് ആരോടൊരു വാക്ക് മിണ്ടിയില്ല. ആ സുഹൃത്തിന് എന്തോ ആക്സിഡന്റ് ആയി മാതാജി, സർജറി ചെയ്യാതെ പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കണേ. ഞാൻ പറയും വേണ്ട, അത് നമ്മൾ ചെയ്യും, കോൾ അറ്റൻഡ് ചെയ്താലല്ലേ, അപ്പോൾ അത് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്താ ചെയ്ത്, സുധിക്ക് അങ്ങനെ ഞാൻ ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. സുധി, ഇവരൊക്കെയാണ് സുധിയെ സഹായിച്ചത്, ഇവരോടൊക്കെ സുധി നന്ദി പറയും. കാരണം ഒരിക്കലും നമ്മൾ നിർധനരുടെ ഇല്ലായ്മകളിൽ പോയിട്ട് നമ്മൾ കൈയിട്ട് വാരരുത്, അത് ഭയങ്കര തെറ്റാണ്. മനസ്സിലായില്ലേ? ക്ലാസ്സിലാണ് 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ ബിന്ദുമ്മ. ഒരു മിനിറ്റ് തന്നെ. മാതാജി ക്ലാസ് എടുക്കാണ് പറ. അമ്പിളിക്കുട്ടി ക്ലാസ് എടുക്കാണ്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചോളൂ പറ. ഇത് മാത്രം പറഞ്ഞാൽ മതി ഇനി വിളിക്കുന്നവരോട് കേട്ടാ. വേറെ എനിക്ക് തരണ്ട. എനിക്ക് തരാനാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ഫോൺ എടുക്കൂലേ. ഓക്കെ, ഒന്നുകൂടി പറയാം ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ആ ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല സുജു, മഞ്ജരീസിന്റെ ഫോൺ, അതൊരിക്കലും ഓഫ് ആവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാളെയും നമ്മൾ ദ്രോഹിക്കാൻ പോകരുത്, ഒരു വ്യക്തിയെയും നമ്മൾ വേദനിപ്പിക്കരുത്, അവരെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ കാരണം വരാനുള്ള അവസരം ഉണ്ടാവരുത്. പക്ഷെ ഇവിടെ അസുരന്മാരെന്താ ചെയ്യുന്നറിയോ, അവരുടെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ശരി, അവരുടെ മകനായാലും ശരി, ഭാര്യയായാലും ശരി, സഹോദരികളായാലും ശരി, അവർ ദ്രോഹിക്കണം എന്ന് വെച്ചാൽ ദ്രോഹിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആസുരിക സ്വഭാവമുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മൾ അവരോട് ക്ലോസ് ആവാൻ പോകരുത്. നമ്മൾ ഒരു കയ്യകലം ദൂരേക്ക് നമ്മൾ നിന്നേ പറ്റൂ. അത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ആലോചിക്കുക, നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ദഹിക്കാത്ത ആരുണ്ട് നിങ്ങൾക്ക് ചുറ്റുപാട്. അവരോട് പോയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഇല്ലായ്മകളും പറയരുത്, നിങ്ങളുടെ ഉള്ളതും പറയരുത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാം. അല്ലാതെ നിങ്ങൾ അവരെ ഒന്നും എടുത്ത് പൊക്കി തലയിൽ വെക്കരുത്. അതാരും ആയിക്കോട്ടെ,
ചിലപ്പം മരുമക്കളാവാം, ചിലപ്പോൾ സ്വന്തം മക്കളാവാം, ചിലപ്പം ഭർത്താവാം, ഭാര്യയാവാം, ചിലപ്പം എന്താ പറയുക കൂട്ടുകാരാവാം, ആരാവാം. അവരോടൊന്നും അമിതമായിട്ട് നമ്മൾ അടുക്കരുത്. നമ്മൾ അവരെ തലേ കയറ്റാനും പോണ്ട, നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാനും പോണ്ട. മിണ്ടാതെ നിന്നാൽ മതി. നമ്മൾ നമുക്കറിയാലോ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. വെറുതെ വീട്ടിൽ വരുന്ന ഒരാള് അവർ നല്ല രീതിക്കല്ലേ വന്നതെന്ന് ഓർത്തിട്ട് നമ്മൾ അവർക്ക് കുറച്ച് ഇല്ലായ്മകളിൽ കൂടി കുറച്ച് ഭക്ഷണം അധികം ഉണ്ടാക്കി കൊടുക്കും. കുറച്ചധികം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നന്നായിട്ട് നമ്മൾ എന്താ പറയുക നല്ല രീതിക്ക് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യും. അപ്പോഴേക്കും പറയലെന്താ അറിയോ, അവർക്ക് ലാവിഷ് ലൈഫല്ലേ അവിടെ, എന്തൊക്കെ ഭക്ഷണ, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ജ്യൂസ്, ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ചിക്കന്, മീന് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തന്നത്. ഇവിടെ എന്താ, നമ്മൾ ചിക്കൻ കഴിക്കില്ല, നമ്മൾ മീൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. വന്നവർക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പറയുന്നത് എന്താണ്, നമ്മളിവിടെ ലാവിഷാണെന്ന് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ദൈവത്തോർത്തിട്ട് ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റിന് നിൽക്കരുത്. നമ്മളെ വീട്ടിലൊരാൾ വന്നാൽ എന്തുണ്ടോ അത് മതി. അങ്ങനെ നമ്മൾ നിലനിന്ന് പോയി. ഈ പറയുന്ന കൂട്ടക്കാരും കുടുംബക്കാരും അയൽക്കാരും ഒന്നും നമ്മളെ ആരെയും വീണാ പൊക്കില്ല, ഒരു മനുഷ്യൻ പൊക്കില്ല. അതെന്നും മനസ്സിൽ വെച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ഉപകരിക്കും. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് എന്നും ശോഭനമായിരിക്കുന്ന ഒരു ലൈറ്റ് ആയിരിക്കും. അതെന്നും ഒരു വെളിച്ചമാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക്. 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളുടെ പേരിൽ മാറ്റി വെക്കൂ. നിങ്ങൾ 10 രൂപ ഉണ്ടെങ്കിൽ അത് ദാനം കൊടുക്കുകയാണെങ്കിൽ ആ ദാനത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മക്കൾ ഭാവി ജീവിതത്തിൽ പോകുമ്പോൾ ആ വഴിയിലുള്ള ഇരുട്ട് ഭഗവാൻ മാറ്റിക്കൊടുക്കും. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവുക. കുടുംബക്കാരെയും കൂട്ടക്കാരെയും ആൾക്കാരെ അയൽക്കാരെയും ഒന്നും സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതാദ്യം മനസ്സിലാക്കുക. കംസനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ദേവകിയെ മോചിപ്പിക്കാനാണ് കൃഷ്ണൻ അവതരിച്ചത്, അല്ലെ? ആലോചിച്ച് നോക്കിയ ഭഗവാൻ എന്താ ചെയ്തത്? കംസനെ കൊല്ലുന്നതിനേക്കാൾ മുമ്പേ ദേവകിയെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ബീന മാതാജി അവരെ ഒരു കയ്യകലം ദൂരെ വെക്കുക. അവരോട് കൂടുതലൊന്നും സംസാരിക്കാനിരിക്കണ്ട. നല്ലതും പറയണ്ട, ചീത്തയും പറയണ്ട. ഒരു ദിവസം അവർക്ക് മനസ്സിലാവണം മാതാജി അവരെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന്. മനസ്സിലായില്ലേ? അവരെന്ത് ആവശ്യമുള്ളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉത്തരം കൊടുക്കണം. അത് ഭഗവാൻ നോക്കിക്കോളും. മാതാജി സമാധാനമായിട്ടിരിക്കും. അപ്പോൾ ഭഗവാൻ എന്തിനാ അവതരിച്ചിരിക്കുന്നത്? കംസനെ കൊല്ലുക എന്നുള്ളതിലുപരി ദേവകിയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ 2 കാര്യം അവിടെ നടന്നു. കംസനെയും കൊന്നു, ദേവകിയെ മോചിപ്പിച്ചു. അതുകൊണ്ടാണ് ഭക്തരെ രക്ഷിക്കാനും അസുരന്മാരെ സംഹരിക്കാനുമായിട്ട് ഭഗവാൻ വിവിധ തരത്തിലുള്ള അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭക്ത സംരക്ഷണത്തിനായിട്ടും അസുരന്മാരെ കൊല്ലാനുമായിട്ട് ഭഗവാൻ വിവിധ തരത്തിലുള്ള എന്താ പറയുന്നത് അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ളതിന്റെ കാരണം അതാണ്. ഓക്കെ, കൃഷ്ണദാസ കവിരാജിന്റെ ചൈതന്യ ചരിതാമൃതത്തിലുള്ള ഒരു പദ്യമുണ്ട്. അത് എങ്ങനെയാ പറയണേന്ന് വെച്ചാല്, സൃഷ്ടിഹേതുയേ മൂർത്തി പ്രപഞ്ചേ അവതാരേസേ ഈശ്വരാമൂർത്തി അവതാരനാമധരേ മായാധീതാ പരവ്യോമാ സവാര അവസ്ഥാന വിശ്വേ അവതാരീധരേ അവതാരനാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിശ്വത്തില് സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്ന മൂർത്തിയായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഹേതുവായിരിക്കുന്ന പ്രപഞ്ചത്തിന് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഭഗവാൻ ഈശ്വരമൂർത്തി കൃഷ്ണൻ, മായകൾക്കെല്ലാം അതീതമായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ അവതരിക്കും. നമ്മളുടെ മുമ്പിൽ ഭഗവാൻ ഓടക്കുഴലും പിടിച്ച് വന്നില്ലെങ്കിലും ഭഗവാൻ വരേണ്ട രീതിയിൽ നമുക്ക് മുമ്പിൽ വരും. യാതൊരു സംശയവും ഇല്ല. ശ്രീ ഭഗവാൻ ദൈവിക സാമ്രാജ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നതാണ് അവതാരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ശ്രീ ഭഗവാൻ ദൈവിക സാമ്രാജ്യത്തിൽ നിന്ന്, അതായത് ഭഗവാന്റെ ലോകത്ത് നിന്ന് ഈ ലോകത്തിലേക്ക് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ ആവിർഭവിക്കുന്ന, അങ്ങനെ വരുന്ന വ്യക്തിഗതനായിരിക്കുന്ന ഈശ്വരന്റെ ആ രൂപത്തെയാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവതാരം എന്ന് പറയുന്നത്. അത്തരം അവതാരങ്ങൾ ആധ്യാത്മിക ലോകത്തിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഈ ലോകത്ത് ഭഗവാന്റെ അങ്ങനെയുള്ള അവതാരങ്ങൾ ഒരുപാടുണ്ട്. യുഗപുരുഷന്മാർ ഒരുപാടുണ്ട്. അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. പക്ഷെ അവരൊന്നും ഞാൻ ഈശ്വരനാണ്, എനിക്ക് അതീന്ദ്രിയമായിരിക്കുന്ന കഴിവുകളുണ്ട് എന്നും പറഞ്ഞൊന്നും അവർ നടക്കില്ല.
അവരൊരു ഭാഗത്ത് എവിടെയെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രവചനങ്ങൾ നടത്താനും അവർ പോവില്ല. ഒരാവശ്യങ്ങളും അവർ ലോകത്തോടുള്ള ആളുകളോട് പറയില്ല. അവർക്കൊട്ട് ഒരാഗ്രഹങ്ങളും ഉണ്ടാവില്ല. അവരായി അവരുടെ പാടായി ആ രീതിയിൽ അവരങ്ങനെ ഇരുന്നു പോകും. അപ്പൊ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബന്ധം വെക്കുമ്പോൾ എങ്ങനെയാ അവരുമായിട്ട് ബന്ധം വെക്കുക? അവരെ കാണുന്ന മാത്രയിൽ അവരെ നമസ്കരിക്കുക മാത്രം ചെയ്യുക. അവരെ ഒന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ പുണ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അവര് നമ്മളോടൊന്നും സംസാരിക്കില്ല. അവരെവിടെയെങ്കിലും ഭഗവാന്റെ നാമവും ജപിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് യുഗപുരുഷന്മാർ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. അത്തരം അവതാരങ്ങൾ ആധ്യാത്മിക ലോകത്തിലും ഉണ്ട്, അവിടെ ഭഗവാന്റെ ലോകത്തും ഉണ്ട്. അവർ ഭൗതിക ലോകത്തിലെത്തുമ്പോൾ അവതാരം എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ എത്തുമ്പോഴാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എത്തുന്ന ആ അവതാരങ്ങളോ ഒരിക്കലും സുഖസൗകര്യങ്ങളൊന്നും ഇച്ഛിച്ച് വാഴുന്നവരായിരിക്കില്ല. എവിടെയും സുഖസൗകര്യങ്ങളിൽ വാഴാൻ അവർ നിൽക്കില്ല. അവരേതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ വല്ല കാട്ടിന്റെ ഉള്ളിലോ അല്ലെ വല്ല മലയുടെ മുക്കിലോ മൂട്ടിലോ മനുഷ്യരായിരിക്കുന്ന ഒരാളുടെ ലോകത്തേക്കും വരാൻ ആഗ്രഹിക്കാതെ അവരിങ്ങനെ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. അവരെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈശ്വരനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവരങ്ങ് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അവർ വലിയ നിലയിൽ ഒരിക്കലും അവരിയ്ക്കില്ല. അവരൊരിക്കലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അത്യാവശ്യങ്ങളും ഒന്നും പറയില്ല. അവർക്ക് വേദനകളും ഇല്ല, സന്തോഷങ്ങളും ഇല്ല, ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അവരവരെ ലോകത്ത് ഇങ്ങനെ ഇരിക്കും. ചില വ്യക്തികളുണ്ട് മനുഷ്യനായി പിറന്നിട്ട് ഈശ്വരനാണെന്നുള്ള ഭാവത്തിൽ നടക്കും. അവരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ അവരെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈശ്വരനെയാണ് വണങ്ങുന്നതെങ്കിൽ ഈശ്വരനെ വണങ്ങിയാൽ മതി. അവിടെ വെച്ചോളൂ. പിന്നെ ഈശ്വരനെയാണ് വണങ്ങുന്നതെങ്കിൽ ഈശ്വരനെ വണങ്ങിയാൽ മതി. ഈശ്വരന്റെ അവതാരങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ അവതാരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, അവര് നമ്മളോട് മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കില്ല. അവർ ഈ ലോകവുമായിട്ട് ഒരിക്കലും ഒരു കണക്ഷൻ വെക്കില്ല. അവര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ AC റൂമിൽ കിടന്നുറങ്ങില്ല, അവർ കാറിലും 2 വീലറിലും യാത്ര ചെയ്യില്ല. ഇതൊന്നും ചെയ്യില്ല ഈ അവതാരങ്ങൾ. അവരെവിടെങ്കിലും ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്താലും ഏത് ചെയ്താലും അവർ ഈ ലോകത്ത്, ഈ നശിച്ചു പോകുന്ന ഈ ലോകത്ത് അവരൊന്നും കെട്ടിപ്പടുക്കാനോ ഒരു സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാനോ അവർ ശ്രമിക്കില്ല. അവരിയ്ക്കുന്ന ആ പ്രദേശം തന്നെ ഒരു അനുഗ്രഹീതമായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങിരിക്കും. അതാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. ആ ലോകം നമ്മൾ മനസ്സിലാക്കണം. അവരെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്തേ. ആ അവതാരങ്ങളെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തലകുനിഞ്ഞ് വണങ്ങേണ്ടത്. അല്ലാതെ നമ്മൾ പോയിട്ട് ആൾദൈവങ്ങളിൽ പോയിട്ട് നമ്മൾ അഡിക്റ്റ് ആവരുത്. ആൾദൈവങ്ങൾ എന്നും ആൾദൈവങ്ങളാണ്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ പോയിട്ട് പെട്ടുപോകരുത്. അവരെ കൊണ്ട് ഒന്നും കാണിക്കാൻ കഴിയില്ല. അവരെ കൊണ്ട് ഒന്നും മാറ്റിമറിക്കാനാവില്ല. അവരെ കൊണ്ട് നമ്മളെ രക്ഷിക്കാനും അവരെ കൊണ്ടാവില്ല. അതുകൊണ്ട് ആൾദൈവങ്ങളുടെ അടുത്തേക്കൊന്നും നമ്മൾ ആരും പോകരുത്. അത് മനസ്സിലാക്കുക. അവതാരങ്ങൾ പല വിധത്തിലുണ്ട്. പുരുഷാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, മന്വന്തര അവതാരങ്ങൾ, യുഗാവതാരങ്ങൾ, അങ്ങനെ 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 കുറെ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ എന്താ പറയേണ്ടത്? ഈ പ്രപഞ്ചത്തില് എല്ലായിടത്തും അത് മുറയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കുറേ സംഭവങ്ങൾ കുറേ സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്നു. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ആദിപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ് ഈ അവതാരങ്ങൾക്കെല്ലാം ഉറവിടം. അതായത് ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം ആദിപുരുഷനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത്. ആദിപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ് ഈ എല്ലാ അവതാരങ്ങൾക്കും കാരണം. അദ്ദേഹമാണ്, അല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം തീരുമാനിച്ചിട്ടാണ് ഈ അവതാരങ്ങളെല്ലാം വരുന്നത്. അല്ലാതെ ആരുടെയും കഴിവൊന്നുമല്ല ആരും ഈ ലോകത്ത് വരുന്നത്. തന്റെ യഥാർത്ഥ വൃന്ദാവന വിഹാരങ്ങളെ കൊണ്ട് ആനന്ദിക്കാൻ വെമ്പൽ കൊള്ളുന്ന സ്വഭക്തന്മാരുടെ ഉത്കണ്ഠ ശമിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും കൃഷ്ണ ഭഗവാൻ വരുന്നത്. ഭഗവാന്റെ കുറെ എന്താ പറയാ, വൃന്ദാവന ലീലകളുണ്ട് അല്ലെ? ഒത്തിരി ലീലകളുണ്ട്. ആ ലീലകള് എന്താ പറയുന്നത്, താങ്ക് യു ശ്രീകുമാരി മാതാജി. അപ്പം ആ വൃന്ദാവന ലീലകൾ ഒരു വട്ടം കൂടെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ? ഭഗവാൻ വൃന്ദാവനത്തിൽ എന്തെല്ലാം ലീലകൾ ചെയ്തിരിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ലീലകൾ. നമ്മൾക്ക് കേട്ടറിവുള്ളത് കുറച്ച്, അറിയാത്തത് അതിലേറെ. അങ്ങനെയുള്ള കുറേ അവതാരങ്ങൾ ലീലകൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ആ ലീലകൾ കാണാൻ നമുക്കൊരാഗ്രഹമുണ്ട് അല്ലേ? എൻ്റെ ഉമേഷ് പ്രഭു,
താങ്കൾക്ക് അറിയെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഒരു പേജ് തുടങ്ങിയിട്ട് അങ്ങ് ലൈവ് ഇട്ടെടുക്കൂ. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ അവതാരങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. എനിക്കൊട്ട് അവതാരങ്ങൾ പോയിട്ട് ഭഗവാൻ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പരിമിതമായിരിക്കുന്ന ഒരു എന്താ പറയുക എന്തോ ഒരു ഇത് വെച്ചിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ ശ്രീല പ്രഭുപാജിയുടെ അറിവാണ് ഞാൻ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ ശ്രീല പ്രഭുപാജിയുടെ അടുത്തോ ജയപതാക് മഹാരാജിൻ്റെ അടുത്തോ പോയിട്ട് അങ്ങ് ഒരു ഡിബേറ്റിൽ നിൽക്കും. അവതാരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങ് സംസാരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എടുക്കുന്നിടത്ത് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് കേൾക്കണ്ട, അങ്ങ് വരണ്ട. അല്ലാതെ അങ്ങ് കിടന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ പാവം കേൾക്കുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അങ്ങ് അത് ചെയ്യും. അല്ലാതെ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നതിൽ ഒരു വാല്യൂ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കും. ഇവിടെ ആരും അറിയുന്നവരില്ല. ലോകത്ത് ആർക്കും ഒന്നും അറിയില്ല പ്രഭു, ആർക്കും അറിയില്ല. എല്ലാവരും എന്താ പറയുക, അറിയാൻ ആഗ്രഹിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ്. അത് മനസ്സിലാക്കും. ഞങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇനിയും മുന്നോട്ട് പഠിക്കണം. അവർ നിങ്ങൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ മഞ്ചരീസിലുള്ള ഒരുപാട് പേര് അവർക്കറിയാവുന്ന അറിവുകൾ എനിക്ക് പകർന്നു തരുന്നു. എനിക്ക് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ശ്രീല പ്രഭുപാജിയുടെ വാക്കുകളിലൂടെ എന്തറിയാം അത് ഞാൻ പകർന്നു കൊടുക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ കംപ്ലീറ്റ് പഠിച്ച ഒരു എൻസൈക്ലോപീഡിയ ആയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിനെനിക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം ഉമേഷ് പ്രഭു ആ മെസ്സേജുകൾ സ്റ്റോപ്പ് ചെയ്യൂ. അത് നന്നായിരിക്കും. അല്ലെങ്കിൽ വെറുതെ കിച്ചൂട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടണ്ട, മിണ്ടാതിരിക്കൂ. അത്രയെങ്കിലും ചെയ്തു തരും. അപ്പോൾ നമുക്കെല്ലാവർക്കും എന്താ പറയുക, ഒരു ഉത്കണ്ഠയുണ്ട് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് അറിയാനും ഭഗവാനെക്കുറിച്ച് കേൾക്കാനും, അല്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ കാണിച്ച ആ ലീലകൾ, ഇങ്ങനെ വെണ്ണ കട്ടെടുക്കുക, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒരു വട്ടം കൂടെ ഭഗവാന്റെ ആ ലീലകളൊന്ന് കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഭയങ്കര ഉത്കണ്ഠയാണ്, ആഗ്രഹമാണ്. അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ശമിപ്പിക്കാനും നമ്മൾക്കൊന്ന് കാണാനും ഒക്കെ ആയിട്ട് ഭഗവാൻ വീണ്ടും വീണ്ടും അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനായിട്ട് തന്നെ അവതരിക്കുകയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ഭഗവാന്റെ ആ ലീലകൾ അതൊന്ന് ആവോളം ആസ്വദിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുടങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അമ്മ കാണാതെ, അച്ഛൻ കാണാതെ, ഗോപികമാര് കാണാതെ, ആരും കാണാതെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂട്ടി, കുറച്ച് വാനരന്മാരെയൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും ആ വെണ്ണ അവിടുന്ന് മോഷ്ടിക്കും. മോഷ്ടിച്ചിട്ടോ അത് കയ്യിൽ പിടിച്ചിട്ട് പോകുമ്പോ എന്തായാലും യശോദാമ്മയുടെ കയ്യിൽ പെടും. ആ കയ്യിൽ പെട്ട് കഴിഞ്ഞ് ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഇതിനെ കൊണ്ടല്ലേ എവിടെയും കെട്ടിയിട്ടാലോ അവിടെ മൊത്തം അങ്ങോട്ട് നശിപ്പിക്കും. ആ ഉരലും പൊട്ടിച്ച് ആ മരവും വീഴ്ത്തിയിട്ട് ഗോപികമാര് കൊണ്ടുപോണ എന്താ പറയുക കുടത്തിന്റെ മേളില് കല്ലെറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കുരുത്തം കെട്ട കുട്ടിയെ ലോകത്തെങ്ങും കാണാനുണ്ടാവില്ല. അത്രയും കുരുത്തക്കേടായിരുന്നു കൃഷ്ണന്. പക്ഷെ ആ കുരുത്തക്കേടുകളൊക്കെ ഒരു ആനന്ദമായിരുന്നു, അല്ലേ? ആ ആനന്ദം ഒന്ന് കാണാന്ന് പറയുന്നത്, നമുക്കിപ്പോ നമ്മുടെ ഫേസ്ബുക്കിൽ എവിടെങ്കിലും തന്നെ ഒന്ന് ഒരു ക്യൂട്ടായിട്ട് ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് എത്ര സന്തോഷമുണ്ട്. ആ കുട്ടിയുടെ ആ കുഞ്ഞു വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ട്. അപ്പൊ ഈ കിച്ചൂട്ടനൊക്കെ കാണിച്ചു കൂട്ടിയ കുരുത്തക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കുരുത്തക്കേടാണ്. ആ കുരുത്തക്കേടുകളൊക്കെ നമുക്ക് ഒരു വട്ടം കൂടി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ആനന്ദം മറ്റൊന്നില്ല. ആ കുരുത്തക്കേടുകൾ അനുഭവിച്ചറിയണമെങ്കിൽ, കാണണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാം. അവിടെ ചെന്നിട്ട് ആ കിഴക്കേ നടയിൽ നിൽക്കുമ്പോൾ, കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ നമ്മളെ തഴുകിയെത്തുന്നൊരു കാറ്റുണ്ട്. ആ കാറ്റിലുണ്ട് ആ വെണ്ണയുടെ നറുമണവും, ആ കുരുത്തക്കേടും, ആ കിങ്ങിണി ശബ്ദവും, ആ ഒരു കുണുങ്ങിയുള്ള നടത്തവും, ആ പാൽപുഞ്ചിരിയും എല്ലാം ആ കാറ്റിലുണ്ട്. അതനുഭവിച്ചറിയാൻ നമ്മൾ ഹൃദയം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കിലെത്തണം, അല്ലെ? വേറെ എവിടെയല്ല. ആ നടക്കിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാം അനുഭവിച്ചറിയാൻ പറ്റും. കാര്യമായിട്ടിരുന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇപ്പൊ വരെ എന്നും പറഞ്ഞ് കുണുങ്ങി പോകുന്നത് അപ്പുറത്ത് പാൽപ്പായസ ചട്ടി തുറന്നിട്ടായിരിക്കണം. ഇപ്പൊ വരെ അതും പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലും അങ്ങോട്ടേക്ക്. ആ കള്ളക്കുറുമ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെ? എന്നാൽ നമ്മളൊന്ന് കരയുമ്പോഴോ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും. നമ്മൾ കരയുന്നത് മുഴുവൻ നോക്കിയിട്ട് എന്നിട്ട് കണ്ണൊക്കെ തുടച്ച് നേരെ എന്ത് ചെയ്യും? ഉമേഷ് പ്രഭു തൽക്കാലം വീട്ടിൽ പോയിരിക്കുക, നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തോ ഒന്ന് ഭഗവാനോട് കിട്ടാനുണ്ട്, അത് കിട്ടും, നിങ്ങൾക്ക് വൈകില്ല. അപ്പോൾ
എന്താ ചെയ്യുക? നേരെ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മളങ്ങ് വിഷമങ്ങൾ പറയുമ്പം ആ കണ്ണുകളൊക്കെ, നമ്മളുടെ കണ്ണുകളൊക്കെ തുടച്ച് സമാധാനിപ്പിച്ച് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മളങ്ങ് മല പോലെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച കാര്യങ്ങളായിരിക്കും അല്ലേ. ഒരു ഭാരം അങ്ങ് ഇറക്കി വെക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ നൊന്ത് പോയിട്ടായിരിക്കും നമ്മൾ ആ നടയിലെത്തുന്നത്. പക്ഷെ അതെല്ലാം ചെയ്തു മാതാജി. നമ്മളതെല്ലാം അവിടെ നിന്നൊന്ന് പറഞ്ഞങ്ങോട്ട് തീർത്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പോലെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. എന്തോ ഒരു നമുക്കിങ്ങനെ ശ്വാസം എടുത്താൽ ആ ശ്വാസം നമുക്ക് മര്യാദയ്ക്ക് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നൊരു ഫീലുണ്ട്. ആ ഫീല് വേറെ എവിടെയും കിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ആ ഫീല് കിട്ടത്തുള്ളൂ. ആലോചിച്ച് നോക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. പക്ഷെ ആ ഒരു അനുഭൂതി, ആ ഒരു ആശ്വാസം നമുക്ക് എവിടെയും നമുക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? എവിടെയും കിട്ടില്ല. അപ്പം പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതാണ് ഭഗവാൻ. പൂതനയുടെ ആ സ്ത്രീത്വം, ആ സ്ത്രീത്വത്തിൻ്റെ പാല് കുടിച്ചിട്ട്, നീ സ്ത്രീയായി വന്ന് എനിക്ക് പാല് തരാൻ വന്നതല്ലേ, ആ ഭാവത്തിലിരിക്കുന്ന പൂതനയുടെ സ്ത്രീത്വത്തെ അംഗീകരിച്ച്, മാതൃത്വത്തെ അംഗീകരിച്ചിട്ട് പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതാണ് ഭഗവാൻ. ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് ഓരോ രീതിയിൽ, ഓരോ ഭാവത്തോടു കൂടി ചെയ്തു തീർത്തിട്ടുണ്ട്. വെല്ലുവിളിക്കേണ്ട അടുത്ത് ഭഗവാൻ വെല്ലുവിളിച്ചു കൊടുത്തിട്ടുണ്ട്. യുദ്ധം ചെയ്യേണ്ട അടുത്ത് ഭഗവാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാളിയന്റെ തലയിൽ കയറി നീ വെള്ളത്തിൽ കിടന്ന് നടനമാടിക്കൊണ്ടിരിക്കല്ലേ, അതിലും വലിയ നടനം ഞാൻ കാണിച്ചിരാന്നും പറഞ്ഞിട്ടാണ് കാളിയന്റെ തലയിൽ കയറിയിട്ട് കാളിയ മർദ്ദനം കളിച്ചിട്ട് ഭഗവാൻ അതിനൊതുക്കിയത്. അങ്ങനെ ഭഗവാൻ എടുക്കേണ്ട ഭാവങ്ങളെല്ലാം കൃത്യമായിട്ട് യഥാരീതിയിൽ ഭഗവാൻ എടുത്ത് തീർത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിലൊക്കെ ഭഗവാന്റെ പല 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 ലീലകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിൽ ഓടക്കുഴലും പിടിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നില്ല. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാൻ വരും. ഇന്ന് നമ്മുടെ ഈ ലൈവിലെ 166 പേരിൽ എത്ര പേര് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്നവരുടെ നെഞ്ചിന്റെ പിടപ്പ് ഭഗവാൻ കാണില്ലെന്ന് കരുതുന്നുണ്ടോ? ഇത്ര വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നടക്കാതെ കിടക്കുന്ന എന്തെല്ലാം ആവലാതികളുണ്ട്, അത് കേൾക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? യഥാസമയത്ത് ഭഗവാൻ അത് വന്നിട്ട് തീർത്ത് തരും. മനസ്സിലായില്ലേ? ഭഗവാൻ വരേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. ജോലിയില്ലാത്തവരുടെ ജീവിതത്തിൽ, കല്യാണം നടക്കാത്തവരുടെ ജീവിതത്തിൽ, പഠിച്ചിട്ട് മുന്നേറാൻ കഴിയാത്തവരുടെ ജീവിതത്തിൽ, രോഗാരിഷ്ടതകൾ കൊണ്ട് വേദനിക്കുന്നവരുടെ ജീവിതത്തിൽ ഒക്കെ ഭഗവാൻ വരാനിരിക്കുകയാണ്. നിരന്തരം നിങ്ങളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഉത്തരം തരാതെ മിണ്ടാതിരിക്കില്ല കണ്ണൻ. കണ്ണൻ അതിനെല്ലാം ഉത്തരം തരും. ഇന്ന് രാവിലെയും കൂടെ വിളക്ക് വെച്ചപ്പോൾ ഹൃദയം പൊട്ടി കണ്ണാന്ന് വിളിച്ച എത്ര പേരുണ്ട്. ഇന്നലെ രാത്രി കിടക്കാൻ നേരം കൃഷ്ണ എന്ന് നൊന്ത് വിളിച്ചവരെത്ര പേരുണ്ട്. അവരുടെ ഒക്കെ വിളി ഭഗവാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഈ വ്യാഴാഴ്ച ദിവസം ഞാൻ ഉറപ്പ് തരുന്നു, അതെല്ലാം ഗുരുവായൂർ കണ്ണൻ കേട്ടിട്ടുണ്ട്. ആ വേദനകളെല്ലാം ഭഗവാൻ നിങ്ങളിൽ നിന്ന് അകറ്റി തരും ചെയ്യും. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പരാതികളോ പരിഭവങ്ങളോ ഒന്നും വെക്കേണ്ട കണ്ണനോട്. എത്ര നേരം വിളിക്കാൻ സാധിക്കുമോ അത്ര നേരം ആ തിരുനാമം വിളിക്കും. ആ നാമത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. വേറൊരാൾക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ആ നാമത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചുറ്റും. ആ സാഹചര്യങ്ങളിലൊന്നും നമ്മൾ വീണു പോവരുത്. പല തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, അതിലൊന്നും നമ്മൾ വീണു പോവരുത്. അതും മനസ്സിലാക്കണം. കൃഷ്ണാവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ഭക്തന്മാരെ പ്രീതിപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? ശുദ്ധ ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവതാരത്തിന്റെ മുഖ്യ ലക്ഷ്യമാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ശുദ്ധ ഭക്തരായിരിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഭഗവാനുമായിട്ട് അടുക്കണം എന്ന് ഞാനിങ്ങനെ പറയുന്നത്. അതിന് നമ്മൾക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റണം. നമുക്ക് നോൺ വെജ്, ചായ, കാപ്പി എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ മാറ്റി ഭഗവാനുമായി അടുത്തടുത്ത് വരുമ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം കൃഷ്ണൻ തരും. ഉറപ്പായിട്ടും തരും. നമ്മൾ ഒരിക്കലും ഭഗവാൻ നമ്മളെ കേൾക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഭഗവാൻ നമ്മളെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാ തരത്തിലും ഭഗവാൻ നമുക്കെല്ലാം നൽകുന്നുണ്ട്.
നൽകാനുള്ള സമയമായിക്കൊണ്ട് വരികയാണ്. കൃഷ്ണൻ തരികയാണ് നമുക്ക്. ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാതോർത്തിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ കൃഷ്ണൻ വരാനുള്ള എന്താ പറയുക സമയം അടുത്തിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഇത്രയും നാൾ നമ്മൾ ഭഗവാന് വേണ്ടി കാത്തിരുന്നില്ലേ? ഇനി കൃഷ്ണൻ വരും, വൈകാതെ വരും. നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് കേട്ടിട്ടുമുണ്ട്. അദ്ദേഹം മിണ്ടാതിരിക്കും. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാനോട് ഇതാണ് അല്ലേ? എന്താ കൃഷ്ണ, എനിക്ക് നീ ഇങ്ങനെ ഒരു ജന്മം തന്നത്, ഈ ജന്മത്തിലെങ്കിലും നിനക്ക് എന്നെ രക്ഷിച്ചൂടെ എന്നാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നത്. അത്രമാത്രം ദുഃഖങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭഗവാൻ പറയുന്നുണ്ട്, കൃഷ്ണാവതാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ശുദ്ധ ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭഗവാൻ അവതരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഭഗവാൻ ചെയ്തിരിക്കും. കാരണം ഭഗവാന്റെ വാക്കൊരിക്കലും തെറ്റില്ല. യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് ഭഗവാൻ നൽകിയ നമ്മളുടെ വാക്യം. നമുക്ക് ഭഗവാൻ നൽകിയ ഉറപ്പാണത്. യുഗങ്ങൾ തോറും അദ്ദേഹം അവതരിക്കുന്നു. കലിയുഗത്തിലും അവതരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കേണ്ടത്. യുഗങ്ങൾ തോറും എന്താ പറയാ അവതരിക്കുമെന്ന്. അപ്പൊ ഈ കലിയുഗത്തിലും അദ്ദേഹം അവതരിക്കും, ഒരു സംശയവുമില്ല. ഏതൊക്കെ തരത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, ഭഗവാന്റെ പ്രചരണത്തിന് തടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ ഭഗവാനെ പ്രതി ഭക്തർ ഭഗവാനിലേക്ക് അടുക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനെല്ലാം ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ അവതരിച്ച് തന്നെ അതിനുള്ള മറുപടി കൊടുക്കും. എന്താ പറയുക, കലിയുഗത്തിലെ കൃഷ്ണാവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭു ആയിട്ടാണെന്നും സങ്കീർത്തന പ്രസ്ഥാനം, അതായത് സംഘം ചേർന്നുള്ള തിരുനാമം. ചില വ്യക്തികൾ പറയാറുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഭഗവാനെ അറിയണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, വീട്ടിലിരുന്ന് ഭഗവാനെ വിളിച്ചാൽ പോരെ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഭഗവാന് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഗ്രൂപ്പിൽ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭഗവാനുമായി നമ്മൾ അടുക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് നമുക്ക് വളരെ ആനന്ദം തരുന്നുണ്ട്. ഭഗവാന്റെ ഭക്തരുമായിട്ട് കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മൾക്ക് ആർക്കും പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു. ആരൊക്കെയൊക്കെയോ വന്നു, എവിടേക്കൊക്കെയോ പോയി. പക്ഷെ ആ ഒരു മനസ്സിൽ കിട്ടിയ ആ ഒരു സുഖം, സന്തോഷം, ആനന്ദം, ആ ഒരു 2 ദിവസം നമ്മൾ അനുഭവിച്ചൊരു ഫീല്, അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് ഭഗവാന്റെ ഭക്തർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ ആ ഒരു സാമീപ്യം നമ്മൾ അവിടെ അനുഭവിച്ചറിഞ്ഞതാണത്. ആർക്കും ആരെയും പരിചയമില്ല, പക്ഷെ എന്ത് രസമായിരുന്നു ആ 2 ദിവസം. അതാണ് അതിൻ്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത്. ഒരു കല്യാണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മളെ വിളിച്ചിട്ട് നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മലും, അല്ലെങ്കിൽ അവരെ അറിയില്ല ഇവരെ അറിയില്ല, കഴിക്കാനൊരു ചമ്മൽ, ഇരിക്കാനൊരു ചമ്മലൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആ ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ അങ്ങനത്തെ ഒരു ചമ്മലും ഫീലിങ്സ് ഒന്നും നമുക്ക് ആർക്കും ഉണ്ടായില്ല. കാരണം എന്താ? അത് ഭഗവാന്റെ ഭക്തരാണ്, അല്ലെ ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവരെല്ലാവരും കൂടി കൂടിച്ചേരുമ്പോൾ അവിടെ ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ആ പ്രസൻസിലാണ് നമ്മൾ മുന്നോട്ട് പോയത്, അല്ലേ? ആ പ്രസൻസ് ആണ് നമുക്ക് ആവശ്യം. അതാണ് സംഘം ചേർന്നുള്ള ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. അതിന് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം തന്നെയാണ് കൃഷ്ണനായിട്ട് അവതരിക്കുക എന്നുള്ള കാര്യം യുഗങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച കാര്യമാണ്. ആ ചൈതന്യ മഹാപ്രഭു ആണ് പറഞ്ഞിരിക്കുന്നത്, ഏകാദശി ദിവസങ്ങളിൽ ഒരു ദിവസം പോലും നിങ്ങൾ അരി ആഹാരം കഴിക്കരുത് എന്ന്. ഭഗവാനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആ കാര്യം നമ്മൾ അനുസരിക്കും. 1008 ആവശ്യങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ ഭഗവാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകുന്നതെങ്കിൽ അതിന് ഭഗവാൻ ഒരിക്കലും കൂടെ ഉണ്ടാവില്ല. അത് കർമ്മഫലമായിട്ട് അവശേഷിക്കും. അത് അനുഭവിച്ചു തീർക്കാൻ നമ്മൾ വീണ്ടും 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 ജനിക്കണം. മനസ്സിലായോ? കൃഷ്ണനെ ആരാധിച്ച് ഭാരതത്തിലെങ്ങും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുമെന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ചൈതന്യ മഹാപ്രഭുവായി ജനിച്ച് അദ്ദേഹം കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ച്
ഭാരതത്തിലെങ്ങും, അതായത് നമ്മുടെ ഈ ഭാരതത്തിൽ എല്ലായിടത്തും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം തെറ്റാണെന്ന് ആരെങ്കിലും പറയൂ? ഒരിക്കലും ഇല്ല. ആ ഭാഗവതത്തിലും അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ സങ്കീർത്തന പ്രസ്ഥാനം ലോകത്തിലെങ്ങും ഗ്രാമങ്ങളിലായാലും ശരി നഗരങ്ങളിലായാലും ശരി ഒരുപോലെ പടർന്ന് പിടിപ്പിക്കുമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എല്ലായിടത്തും ചൈതന്യ മഹാപ്രഭു ഇത് പ്രചരിപ്പിക്കും. ഉപനിഷത്തുകൾ, മഹാഭാരതം, ഭാഗവതം അങ്ങനെയുള്ള എല്ലാ വൈദിക ഗ്രന്ഥങ്ങളിലും നിഗൂഢ ഭാഗങ്ങളിലും ചൈതന്യ മഹാപ്രഭു ഭഗവത് അവതാരമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ശരി ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അവതാരമാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. തുറന്നു പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും എല്ലായിടത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ തരുന്ന സൂചനകളെ നമുക്ക് ലംഘിക്കാനാവില്ല. അത് നമ്മൾ അനുസരിക്കണം, കേൾക്കണം. കൃഷ്ണ ഭക്തന്മാരെ ഏറ്റവും അധികവും ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം, അല്ലെ? അദ്ദേഹം ഉണ്ടാക്കിയ ആ സങ്കീർത്തന പ്രസ്ഥാനമാണ് പിൽക്കാലത്തിലേക്ക് ഇസ്കോണായി മാറിയത്. അപ്പൊ ആ പ്രസ്ഥാനത്തിലൂടെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചത്. മഞ്ജരീസ് എന്ന പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ചത്. ആ പ്രസ്ഥാനത്തിലുള്ള നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഗീതയാണ് നമ്മളൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഒരു ആധാരമായി മാറിയത്, ഒരു കാരണമായി മാറിയത്. അപ്പൊ നമുക്ക് ഒരിക്കലും ശ്രീല പ്രഭുപാജിയെയും ചൈതന്യ മഹാപ്രഭുവിനെയും ഒന്നും മറികടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, അവരെ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം അവരുടെ കാരുണ്യമാണ് നമ്മൾ ഇന്നിങ്ങനെ നിൽക്കുന്നത്. കൃഷ്ണ എന്ന് നമ്മൾ ഹൃദയം തുറന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരുടെ കാരുണ്യമാണ് അതിന് കാരണം. അതും നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ എന്ത് പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ആകുലതകളും ചിന്തകളും എന്തുണ്ടെങ്കിലും കൃഷ്ണനോട് പറയൂ. അത് സമയം പോലെ ഭഗവാൻ തീർത്തരും. ഇന്ന് പറഞ്ഞ് നാളെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ജന്മങ്ങൾ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഭഗവാൻ അത് ഇന്ന് പറഞ്ഞാൽ നാളെ തന്നെ തീർത്തരും. ചിലപ്പോൾ ഭഗവാൻ 10 ദിവസം കഴിഞ്ഞിട്ട് തീർത്തരും. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് തീർത്തരും. ഭഗവാൻ അറിയാം യഥാസമയത്ത് ഭക്തൻ എന്ത് ചെയ്യണം എന്നുള്ള. ഒരു ഡോക്ടർക്ക് അറിയാം എന്താണ് ഒരു പേഷ്യന്റിന് ഏതൊക്കെ സമയത്ത് എത്ര ഡോസ് മരുന്ന് കൊടുക്കണമെന്ന്. അസുഖം മാറണമെന്നും പറഞ്ഞ് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒരു പെട്ടി ഗുളിക മുഴുവൻ നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റൂല. പറ്റൂ? ഒരിക്കലും പറ്റൂല. ഡോക്ടർ പറയും ഇന്ന ഡോസ് ഇത്ര ഡോസ് വെച്ച് നിങ്ങൾക്ക് തരാൻ പറ്റൂ, അത് ഇന്ന സമയങ്ങളിലേ പറ്റൂ, മെല്ലെ 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 അത് കുറയൂ. അതേപോലെ ഭഗവാൻ അറിയാം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എത്ര സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് കൃത്യമായി ഭഗവാൻ ചെയ്യും, ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഭഗവാനെ പഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് സങ്കടങ്ങളും പരാതികളും പറഞ്ഞ് ഭഗവാനോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഭഗവാനെ കാണാതിരിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് നടത്തിത്തരും, സമയം പോലെ നടത്തിത്തരും. ആ ഒരു ക്ഷമയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? കൃഷ്ണഭക്തന്മാരെ അതുപോലെ തന്നെ ദുഷ്ടന്മാരെ ഹിംസിക്കാനല്ല, മറിച്ച് തന്റെ അഹേതുവായ കരുണ കൊണ്ട് അവർക്ക് പാപമോചനം നൽകാനാണ് ഭഗവാൻ വരുന്നത്. ഭഗവാൻ വരുന്നത് എന്തിനാണ്? ദുഷ്ടന്മാരെ കൊന്നുകളഞ്ഞ് അവരോട് ക്രൂരത കാണിക്കാനല്ല ഭഗവാൻ വരുന്നത്. അവരുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന കുറേ ഭക്തരുണ്ട്. ആ ഭക്തരെ ഭഗവാൻ എന്ത് ചെയ്യും? സമാധാനം കൊടുക്കും, ആശ്വാസം നൽകും ഭഗവാൻ. അല്ലെ? നമ്മളെ ദ്രോഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യണം എന്നും പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് എന്ത് കാര്യം? നമ്മൾ പോകുന്ന വഴികളിൽ എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ പോലും ശത്രുക്കൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. എത്ര സുഗമമായി ഓടുന്ന പുഴയാണെങ്കിലും ഒഴുകുന്ന പുഴയാണെങ്കിലും ആ പുഴ അവസാനം എത്തിച്ചേരുന്ന സാഗരത്തിൽ എന്താ സംഭവിക്കുന്നത്? അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ തട്ട് തടഞ്ഞു പോകുന്നതിനേക്കാളും വലുതാണ് കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഫുള്ളായിട്ട് സുഖമായിട്ടൊന്നും നമ്മുടെ ജീവിതമൊന്നും മുന്നോട്ട് പോവില്ല. അപ്പൊ ആ സുഖത്തെ തേടി മാത്രം നമ്മൾ മുന്നോട്ട് പോരുത്. എല്ലാ ദുഃഖങ്ങളെയും നമ്മൾ സ്വീകരിക്കണം. എന്തൊക്കെ ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുന്നോ ആ ദുഃഖങ്ങളെല്ലാം നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യണം. അതെല്ലാം സ്വീകരിച്ചു ഭഗവാനോട് നമ്മൾ പറയേണ്ടതെല്ലാം പറഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി നമ്മുടെ ശത്രുക്കൾ പോലും നശിക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട. അതൊക്കെ ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് ചെയ്തോളൂ. നമ്മളായിട്ട് അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. നമ്മൾ ആരെയും ശപിക്കാനും പോണ്ട, ആരെയും വെറുക്കാനും പോണ്ട, ആരും ഇല്ലാണ്ടായി പോണെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നമ്മൾ എന്തിനാ അത്? ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിലൂടെ അങ്ങനെയുള്ള ഒരു പ്രതികാര മനോഭാവം കടന്നു പോവില്ല. അവർക്ക് കൊടുക്കാനുള്ള ഭഗവാൻ കൊടുത്തോളുന്നേ. ഭഗവാന് വിട്ടുകൊടുക്കുക. നമ്മൾ അവരെ ചീത്ത വിളിക്കാനും അവരെ ബഹളം ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും അവരെ തേടി പോകാനും
പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നിനും നമ്മൾ പോണ്ട. അതൊക്കെ ഭഗവാന്റെ തീരുമാനമാണ്. ഭഗവാൻ ശുദ്ധ ഭക്തരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഇത് നമ്മളെ പോലത്തെ വാക്കല്ല, ഭഗവാന്റെ വാക്കാണ്. അത് തെറ്റൂല. ഓക്കെ. ജന്മകർമ്മജമേ ദിവ്യമേവം യോത് വേത്തി തത്വതഃ ത്വക്താദേഹം പുനർജന്മ നൈധീമമേദീസോ അർജുന എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനനോട് പറയാണ്, അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കിയ വ്യക്തി മരണശേഷം വീണ്ടും ലോകത്തിലേക്ക് വരൂല, ഭൗതിക ലോകത്തിൽ വരൂല. അതായത് ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാള്, അല്ലെങ്കിൽ ഭഗവാന്റെ ജനനം എന്താണ്, ഭഗവാന്റെ പ്രവൃത്തി എന്താണ്, അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവാന്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാള് ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് പറക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗീത ഫോളോ ചെയ്യണം. അതും ശ്രീല പ്രഭുപാജിയുടെ ഗീത വായിക്കണം. ആ ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാൻ എന്താണ്, ഭഗവാന്റെ ജനനം എന്താണ്, ഭഗവാന്റെ സ്വഭാവം എന്താണ്, ഭഗവാന്റെ പ്രവൃത്തി എന്താണ്, ഭഗവാന്റെ അവതാരം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഈ ഭൂമിയിലേക്ക് വരണ്ട എന്ന തീരുമാനത്തോടെ മുന്നോട്ട് ജീവിക്കുക. അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. ഭഗവാൻ പറയാണ്, ഈ ലോകം ശാശ്വതമല്ല. നമ്മൾ ഈ കാണുന്ന ഭൂമി എന്നും നിലനിൽക്കില്ല. ഭഗവാന്റെ ശാശ്വതമായ ലോകത്ത് നമ്മൾ ഇരിക്കും, അല്ലെ? നമ്മൾക്കിപ്പോ ഒരു വീട്, എന്തൊക്കെ പറഞ്ഞാലും വാടക വീട് തന്നെയാണ്. ഒരു നാൾ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അല്ലാതെ നമുക്ക് അതും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അത് നമ്മുടേതും അല്ല. അവിടെ നമ്മൾ ഇനി എന്തെല്ലാം കാണിച്ചാലും എത്ര വർഷം താമസിച്ചാലും അതിനൊരു ഓണർ വേറെയുണ്ട്, നമ്മുടേതല്ല. നമ്മൾ അത് മാറിക്കൊടുക്കണം. അതേപോലെയാണ് ഈ ലോകം. പിന്നെ നമ്മൾ മാറിക്കൊടുത്താൽ അവരാ വീട് പൊളിക്കേ വിൽക്കേ ഇടിക്കേ എന്താ ചെയ്തോട്ടെ, അത് അവരുടെ തീരുമാനമാണ്. അതേപോലെ നമ്മൾ താമസിക്കുന്ന ഈ ലോകം അതൊരു വാടക വീടാണ്. ഇവിടെ നമുക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും? ഇവിടെ നമ്മളിത് എന്റേത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ? നമ്മൾ ഒന്നും ഉണ്ടാക്കാനില്ല. ഒരു ദിവസം നമ്മളിത് മാറിക്കൊടുക്കണം, അല്ലേ? വാടക വീട്ടിൽ നിന്ന് നമ്മൾ മാറി പുതിയ ആൾക്കാർ വരുന്ന പോലെ നമ്മൾ ഇവിടുന്ന് പോയാൽ ഇവിടെ പുതിയ ആൾക്കാർ വരും. അവര് വന്ന് താമസിച്ചു പോയിക്കോട്ടെ. നമ്മൾ നേരെ എവിടെ പോവാ? ഭഗവാന്റെ അടുത്തേക്ക് പോവാ. അവിടെ നമുക്ക് പെർമനന്റ് ആയ ഒരു സ്ഥലം ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മളെ പേരിൽ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ജീവിക്കാന്നേ. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ അവിടെ ഉള്ള ആൾക്കാരെ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മഞ്ജരീസിന്റെ ഗെറ്റ് ടുഗദറിന് എത്തിയ പോലെ 5 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരുമായിട്ട് കൂട്ടുകൂടും. എല്ലാവരുമായിട്ട് ഒരു വലിയ ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കും നമ്മൾ. ആ ആത്മബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവാം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കണം. അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും. തിരിഞ്ഞിങ്ങനെ നോക്കേണ്ട ഒരു കാര്യമില്ല. പിന്നിലൊരു ഭൂമി ഉണ്ട്, ആ ഭൂമിയിൽ എന്താ സംഭവിക്കണേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ആയിട്ട് എല്ലാ കണക്ഷനും വിട്ടുപോകും. എല്ലാം നമ്മൾ മറന്നുപോകും. ഭഗവാന്റെ ലോകത്ത് നമ്മൾ സ്വസ്ഥമായി ആടിയും പാടിയും ആശ്വാസത്തോടെ നമ്മൾ ജീവിക്കും. ആ ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഭഗവാൻ ശാശ്വതമായ തന്റെ ധാമത്തിൽ നിന്ന് ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത് എങ്ങനെയെന്ന് 6-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, അല്ലേ? നമ്മൾ 6-ാമത്തെ ശ്ലോകം എടുത്തപ്പോൾ ശരിക്കും പഠിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? 6-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അജോപി സവന്യയാത്മാ ഭൂതാനാമീശ്വരാപി സൻ പ്രകൃതിം സാമദിഷ്ടായ സംഭവാമി ആത്മമായ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശമില്ല എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? 2 ദിവസം മുന്നേ. ജീവജാലങ്ങൾക്കെല്ലാം ഓണറാണ് ഞാൻ, ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? അധിപതിയാണ് അന്നാണെങ്കിൽ പോലും യുഗങ്ങൾ തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായിരിക്കുന്ന രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഇത് ഭഗവാൻ 6-ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ ആ ഒരു ധാമത്തിൽ നിന്ന്, അതീന്ദ്രിയ ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് ഭഗവാൻ ഇവിടെ ഈ ഭൗതിക ലോകത്ത് ഭഗവാൻ വരുന്നത് എന്നുള്ളത് 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരംപുരുഷന്റെ, അതായത് ഭഗവാന്റെ പ്രത്യക്ഷീഭാവത്തെക്കുറിച്ചുള്ള, ഭഗവാന്റെ ആ ഭാവത്തെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നവര് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന സർവ്വ ജീവജാലങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ. മഹാദേവനായാലും ശരി, ബ്രഹ്മദേവനായാലും ശരി, ദേവിയാണെങ്കിലും ശരി, ഗണപതിയാണെങ്കിലും ശരി, ആരായിക്കോട്ടെ, ദേവി ദേവന്മാരായിക്കോട്ടെ, മനുഷ്യന്മാരായിക്കോട്ടെ, കിംപുരുഷന്മാരായിക്കോട്ടെ, ജീവജാലങ്ങളായിക്കോട്ടെ, കൃമി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇതിന്റെ എല്ലാം അധിപതിയാണ് ഭഗവാൻ. അത് മാത്രം നമ്മളെ മനസ്സിൽ വെച്ചാൽ നമ്മൾ വന്നിട്ട് എന്റെ വീട്, എന്റെ ഭൂമി, എന്റെ കട, എന്റേത് എന്നും പറഞ്ഞിട്ട് നമ്മൾ തുള്ളിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഓണർ ഭഗവാനാണ്. എന്ന് കരുതി ഇതൊക്കെ വഴിയിലിടണം എന്നല്ല.
ഒരു വാടക വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് ആ വാടക വീട്ടിൽ വരുന്ന ചെറിയ ചെറിയ മെയിൻ്റെനൻസുകളെല്ലാം നമ്മൾ ചെയ്തു പോകും അല്ലേ. അപ്പൊ അതേപോലെ ഈ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ തൽക്കാലം നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് താമസിക്കാൻ കിട്ടുന്ന ആ വീടിന്റെയും ആ പറമ്പിന്റെയും ഒക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇത് കഴിയുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് അത് കൊടുക്കണം. അവരുടെ കാലം കഴിയുമ്പോൾ അവർ വേറൊരാൾക്ക് കൊടുക്കും. അങ്ങനെ 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 കാലങ്ങൾ ഇങ്ങനെ തലമുറകളോളം മാറി മാറിപ്പോവും. അങ്ങനെ മാറി 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 മാറിപ്പോയി ഭഗവാനുമായിട്ട് നമുക്കൊരു ആത്മബന്ധം വരും. ആ ആത്മബന്ധത്തിൽ നമ്മൾ നേരെ ഭഗവാന്റെ ലോകത്തേക്ക് എത്തും. ഇവിടെ പിന്നെ നമ്മൾ ഈ ചുറ്റിത്തിരിയാൻ നമ്മൾ വരൂല, ഒരാത്മാക്കളും ഇടയ്ക്ക് വരൂല. മനസ്സിലായി? അവസാന കാലാകുമ്പോൾ ഭഗവാൻ ഈ ഭൂമി അങ്ങ് പ്രളയത്തിലേക്ക് എടുത്തിടും, ഫുൾ വെള്ളത്തിലേക്ക്. ഒരു നല്ല പന്തെടുത്തിട്ട് എങ്ങനെയാണോ ബക്കറ്റും വെള്ളത്തിലിടുന്നത് അതേപോലെ ഭഗവാൻ എടുത്തിടും. അതോടുകൂടി എല്ലാം തീർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഒരു വെള്ളപ്പൊക്കം വന്നപ്പം തന്നെ ചുറ്റിനും വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടന്ന് ബഹളം കൂട്ടി. അപ്പം ഈ ഭൂമി മുഴുവൻ വെള്ളമായാലും ആലോചിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഭഗവാന്റെ അധീനതയിലുള്ള ഒരു കാര്യത്തിനും നമ്മൾ വാശി പിടിക്കരുത്, വിട്ടുകൊടുത്തേക്കുക. മാക്സിമം വിട്ടുകൊടുക്കാൻ പറ്റുന്ന അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളായി, നമ്മുടെ കാര്യങ്ങളായി, ഭഗവാനായി, ആ മൈൻഡിൽ ജീവിച്ചു പോവാം. അപ്പോൾ അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടനെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ഭഗവാനെ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ മരിച്ചാൽ വേഗം ഭഗവാന്റെ അടുത്തെത്താം. വേറെ എവിടെയും നമ്മൾ അലിഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. ജീവാത്മാവിന് ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള ഈ മോചനം എളുപ്പത്തിൽ കിട്ടാവുന്നതല്ല, അതും പറയുന്നുണ്ട്. ജീവാത്മാവായിരിക്കുന്ന നമുക്കൊന്നും പെട്ടെന്നൊന്നും ഈ ലോകത്ത് നിന്ന് അങ്ങനെ ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ കഴിയില്ല. അവിടെ എത്തണമെങ്കിൽ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും നമ്മൾ തെറ്റ് ചെയ്യരുത്. ഒരു തരത്തിലുള്ള തെറ്റും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ലോകത്തെത്താം. അല്ല എങ്കിൽ വീണ്ടും ഇവിടെ തന്നെ വന്ന് പിറക്കണം. ഇങ്ങനെയിരിക്കും. മനസ്സിലായില്ലേ? അവ്യക്തിഗതവാദികളും യോഗികളും അത്യന്തം വേദനകൾ സഹിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മോക്ഷം നേടുന്നത്. ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട അവ്യക്തിഗതവാദികൾ, യോഗികൾ, അവരൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കുറേ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഭഗവാന്റെ ലോകത്തേക്ക് മോക്ഷത്തോടു കൂടി എത്തുന്നത്. അവരുടെ ആ മോക്ഷം ഭഗവാന്റെ അവ്യക്തഗതമായിരിക്കുന്ന ബ്രഹ്മജ്യോതിസിൽ ലയിക്കലാണ്. ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ പോയിട്ടാണ് അവർ ലയിക്കുന്നത്. അതാണ് മോക്ഷം. നമുക്കൊക്കെ ഏത് ജന്മാണോ ഭഗവാൻ അതിനെ വെച്ചിരിക്കുന്നത്, അവർ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ പോയിട്ടാണ് അവർ ലയിക്കുന്നത്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുന്നില്ല. ബ്രഹ്മജ്യോതിയിൽ പോയി ലയിച്ചാലും വീണ്ടും അവർ ഇങ്ങോട്ടൊക്കെ തന്നെ വരും. അപ്പോൾ ഈ യോഗികൾ വരേക്കും ഭഗവാന്റെ ബ്രഹ്മജ്യോതി വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ അപ്പുറത്താണ് ഭഗവാൻ ഇരിക്കുന്ന ഗോലോകം. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ ആലോചിച്ച് നോക്കിക്കൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതം കൊണ്ട് ഗോലോകം പോയിട്ട്, ബ്രഹ്മജ്യോതി പോയിട്ട്, വിരജാനദി വരെ പോലും നമ്മളെത്തൂല, ബ്രഹ്മലോകത്ത് പോലും നമ്മളെത്തൂല, കൈലാസത്തിൽ പോലും എത്തില്ല, നമ്മൾ ദുർഗാലോകത്തിൽ പോലും എത്തില്ല. ഈ ഭൂമിയിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങേണ്ട വരും. എന്നിട്ടാണ് നമ്മൾ ഗോലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും എത്രയോ പെർഫെക്റ്റ് ആവാനുണ്ട്. ഇനിയും പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമ്മൾ എപ്പം മരിക്കും നമുക്ക് പറയാൻ പറ്റും? മാതാജി ഞാൻ തിങ്കളാഴ്ച മുതൽ നന്നായിക്കോളാം മാതാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 2:30 മണിയായി അല്ലേ? അടുത്ത 2:40 നമ്മളിൽ എത്ര പേരുണ്ടാവും ആർക്ക് പറയാൻ പറ്റും? ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവും, ചിലപ്പോൾ എത്ര പേരുണ്ടാവും പറയാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാൻ മഹാഭാരതം എടുക്കാന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന എല്ലാവരും ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ? നമ്മുടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ പറയുകയാണ് നമ്മളുണ്ടാവും, നമ്മൾ അത് എന്നൊക്കെ. പക്ഷെ നമ്മളുണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ ഭക്തൻ ഭഗവാന്റെ ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു അല്ലേ? ഭക്തൻ എന്താ ചെയ്യുക? ഭഗവാന്റെ ശരീരത്തെ, അതുപോലെ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മരണശേഷം കൃഷ്ണലോകത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ കൃഷ്ണലോകത്തെത്താൻ കഴിയില്ല. കൃഷ്ണൻ എന്ന് പറയുന്ന സംഭവ ബഹുലമാണ്. വെറുതെ വാഗൊണ്ട് പറയുന്ന പോലെ അല്ല കൃഷ്ണൻ. കൃഷ്ണൻ ഭയങ്കരമാണ്. നമ്മുടെ ചിന്തകൾക്കും തോന്നലുകൾക്കും ആഗ്രഹങ്ങൾക്കെല്ലാം അപ്പുറത്താണ് കൃഷ്ണൻ. ആ കൃഷ്ണനെയാണ് നമ്മൾ ആഞ്ജനേയ സ്വാമി സൂര്യനെ മാമ്പഴം കരുതി പിടിക്കാൻ പോയാലോ പിടിക്കാൻ നടക്കുന്നത്. നടക്കൂല. ഈ ജീവിതമൊന്നും പോരാ നമുക്ക്. ഇതുകൊണ്ടൊന്നും നമുക്ക് 1% പോലും പുണ്യം നേടാനായിട്ടില്ല. ആലോചിക്കണം. 1% പോലും പുണ്യം ഇത്ര വയസ്സിനിടയ്ക്ക് നമുക്ക് നേടാനായിട്ടില്ല. പിന്നെയാണോ ഗോലോകം? പിന്നെയാണോ വിരജാനദി, ബ്രഹ്മജ്യോതിയൊക്കെ? ചാൻസേ ഇല്ല.
ഭൗതിക ലോകത്തിൽ ഒരു പുനർജന്മം എടുക്കുക എന്ന സാഹസത്തിന് ഇട വരികയില്ല ഭഗവാൻ അറിയുന്ന ഒരാൾ. അതൊരു സാഹസമാണെന്നാണ് ഗീതയിൽ പറയുന്നത്. മനസ്സിലായില്ലേ? സാഹസമാണ്. ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സാഹസമാണ്. ആ സാഹസത്തിന് ഇനി നമ്മൾ നിൽക്കരുത്. ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെടണം, അല്ലെ? ഇതെല്ലാം സഹിച്ചു ഇത്ര കാലങ്ങളായിട്ട്. എത്ര അപമാനിക്കപ്പെട്ടു, എന്തെല്ലാം കേട്ടു. ശരി പ്രീതിമ, എന്തെല്ലാം സഹിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയെങ്കിലും നമുക്കൊരു ശാന്തി വേണം ജീവിതത്തിൽ. ഇനിയെങ്കിലും ഒരു മനസമാധാനം കിട്ടണം. അതില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ എണ്ണിയാലൊടുങ്ങാത്ത രൂപങ്ങൾ, അവതാരങ്ങളുണ്ടെന്ന് ബ്രഹ്മസംഹിത പറയുന്നുണ്ട്, അല്ലെ? ഒരുപാട് അവതാരങ്ങളുണ്ട്, രൂപങ്ങളുണ്ട് ഭഗവാൻ, കുറച്ചും ചില്ലറയല്ല. ഈ രൂപങ്ങളും അവതാരങ്ങളൊക്കെ എണ്ണിയാൽ പോലും തീരില്ല. എണ്ണിയാലൊടുങ്ങാത്ത രൂപങ്ങളുണ്ട് ഭഗവാന്, അവതാരങ്ങളുണ്ട്. എവിടെയാ പറയുന്നത്? ബ്രഹ്മസംഹിതയില്. അദ്വൈതം അച്യുതം അനാദിമനന്ത രൂപം, ഇഷ്ടം പോലെ രൂപങ്ങൾ, അനാദി അനന്ത രൂപങ്ങളുണ്ട് ഭഗവാൻ. അവിടേക്ക് അഭൗമകാരങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒന്ന് തന്നെ. എല്ലാ രൂപങ്ങളെയും ചേർത്ത് പിടിച്ച അത് കൃഷ്ണനാണ്. എത്ര രൂപങ്ങൾ അവതാരങ്ങൾ എടുത്താൽ അത് ചേർത്ത് പിടിച്ചാൽ അത് കൃഷ്ണനായി. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. എല്ലാം കൃഷ്ണൻ തന്നെ. ഏതൊക്കെ രൂപങ്ങൾ എടുത്താലും ശരി, വാമനനായാലും ശരി, പരശുരാമനായാലും ശരി, നരസിംഹായാലും ശരി, കൂർമായാലും ശരി, വരാഹായാലും ശരി, എന്തായാലും ശരി, ദേവിയായാലും ശരി, ആരായാലും ശരി, അത് ഭഗവാൻ തന്നെ, സംശയമൊന്നുമില്ല. ആ പരമപുരുഷൻ തന്നെ എന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണം. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. നമ്മൾ വേർതിരിച്ചൊന്നും കാണണ്ട, എല്ലാം ഭഗവാനാണ്. ഭൗതിക പാണ്ഡിത്യം നേടിയവർക്കും സാമാന്യ തത്വചിന്തകർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എംടെക്കും ബിടെക്കും പഠിച്ച ഒരാൾക്ക് സംശയം കൃഷ്ണനെ കുറിച്ചാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈശ്വരനുണ്ടോ? ദൈവം ഉണ്ടോ? ഇതാണ് സംശയം. ഓക്സിജൻ ഉണ്ടോ? കരണ്ട് ഉണ്ടോ? ഇതൊന്നും സംശയമില്ല. പക്ഷെ ഭഗവാൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കത്തുന്നുണ്ട്. ഭഗവാൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തുകൊണ്ടാണ് ആ സംശയത്തിന് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു? അത് മനസ്സിലാക്കണം. ഭഗവാനുണ്ട്. ഭഗവാൻ എങ്ങും പോയിട്ടില്ല. പറയുന്നതും ചെയ്യുന്നതും എല്ലാം കാണുകയും കേൾക്കുകയും ഭഗവാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? വേദങ്ങളിൽ പോലും ഈ സത്യം പറയുന്നുണ്ട്. പുരുഷബോധിനി ഉപനിഷത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഏകോ ദേവാ നിത്യലീലാനുരക്തോ ഭക്തവ്യാപി ഹൃദ്യാദരാത്മത. ഒരേ ഭഗവാൻ ഒരുപാട് ദിവ്യ ആകൃതികളിൽ സ്വീകരിച്ച് ഒരുപാട് ശുദ്ധഭക്തന്മാരുമായി ബന്ധപ്പെടുന്നതിൽ സദാ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ഭഗവാൻ. ആ ഭഗവാൻ ഒരുപാട് ആകൃതികൾ സ്വീകരിച്ചിട്ട് ഒരുപാട് ശുദ്ധഭക്തന്മാരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദികമായിരിക്കുന്ന മതത്തെ പിന്താങ്ങുകയാണെന്ത് ഭഗവത്ഗീതാ ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി തരികയാണ് ഗീതയിലൂടെ ഭഗവാൻ നമുക്ക്. വേദങ്ങളെയും ഭഗവാനെയും പ്രാമാണികമാക്കി ഈ സത്യത്തെ അംഗീകരിക്കുകയും തത്വാന്വേഷണ പരമായിരിക്കുന്ന ഊഹാപോഹങ്ങളിൽ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തിയുടെ പരിപൂർണതയിലെത്താം. അതായത് വേദങ്ങളും തത്വങ്ങളും എല്ലാം മനസ്സിലാക്കി ഗീത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സമയം നഷ്ടമാവില്ല. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഒരിക്കലും സമയം നഷ്ടമാവില്ല. നിരീശ്വരവാദികളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർ പറയുന്നതും കേട്ട് അവർ പ്രവർത്തിക്കുന്നതും കണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ജീവിതത്തിലെ സമയം അങ്ങ് വേസ്റ്റായി പോകും. ആ സമയത്തിൻ്റെ പിന്നാലെ ഒന്നും നമ്മൾ പോവരുത്. അതൊക്കെ കളഞ്ഞേക്കണം. ഭഗവാനെ അറിയാത്തവർ പലതും പറയും. എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും. അവിടെയൊന്നും നമ്മൾ പോയി തലവെച്ച് കൊടുത്തിട്ട് ഭഗവാനെ അറിയാത്ത കുറേ ആൾക്കാരെ വാക്കും കേട്ട് വേറെ രീതിയിലേക്ക് പോകരുത്. നമ്മളിപ്പോൾ തന്നെ പോയിട്ട് മീൻ തിന്നാലും ചിക്കൻ തിന്നാലും നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അവർ നമ്മളോട് ചോദിക്കും വല്ലതും സംഭവിച്ചോ എന്ന് ചോദിക്കും. പക്ഷെ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അപ്പം സംഭവിക്കും. ഭഗവാൻ അങ്ങ് അകന്നു മാറി നിൽക്കും. നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നിനക്ക് ഗീതയിലൂടെ സ്പഷ്ടമായി ഞാൻ പറഞ്ഞു തന്നു. ഒരു ഭൗതികവാദിയുടെ പേരും പറഞ്ഞുകൊണ്ട് നീ എന്ത് ചെയ്തു? കുറേ തെറ്റുകൾ ചെയ്തു. എന്നെ അനുസരിക്കാതെ പോയി.
എന്നെ അനുസരിക്കാത്ത നിന്റെ കൂടെ ഞാനെന്തിന് വരണം? ഇതായിരിക്കും ഭഗവാന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മളെ കാണും. നമ്മളെ വഴിതെറ്റിച്ച ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ ഒരാളുടെ വാക്കും കേൾക്കരുത്. അദ്ദേഹം എന്താണോ ഗീതയിൽ പറഞ്ഞത് അതുമായി മുന്നോട്ട് പോവാം. ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. ഓക്കെ, അവർക്ക് മുക്തിയിലേക്ക് എത്താനും പറ്റും. മോക്ഷപ്രാപ്തിക്ക് ഈ സത്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി. ഭഗവാൻ പറഞ്ഞ ഈ വാക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോക്ഷം കിട്ടുന്ന പോലെയാണ്. മോക്ഷം കിട്ടും, സംശയമില്ലാത്ത കാര്യമാണ്. തത്വമസി എന്ന വേദവാക്യം ഇവിടെ പ്രായോഗികമാകുന്നു. ശ്രീകൃഷ്ണനെ പരമപുരുഷൻ എന്നറിയുകയോ അവിടുന്ന് പരമരൂപിയായിരിക്കുന്ന ഭഗവാൻ എന്ന് അവിടുത്തെ വാഴ്ത്തുകയോ ചെയ്യുന്നവൻ തൽക്ഷണം വിമുക്തനാകും. കൃഷ്ണനെ പരമപുരുഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ പരമദിവ്യോത്തമ പുരുഷനാണ് കൃഷ്ണൻ. സമസ്ത ലോകങ്ങളിലുമുള്ള സമസ്ത ജീവജാലങ്ങൾക്കും അധിപതിയാണ് അദ്ദേഹം. അതിലുപരി എല്ലാ ഈശ്വരന്മാരുടെയും അധിപതിയാണ്. ആ കൃഷ്ണനെയാണ് നമ്മൾ വണങ്ങേണ്ടത് എന്ന തത്വം മനസ്സിലാക്കി പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമ്മൾ കൃഷ്ണനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ വാഴ്ത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി തൽക്ഷണം തന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. അതോടൊപ്പം അയാൾക്ക് ഭഗവാനുമായുള്ള ദിവ്യ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൃഢവിശ്വാസമുള്ള ഒരു ഭക്തന് പൂർണ്ണത നേടാമെന്ന് ഉറപ്പാണ്. ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് പൂർണ്ണത നേടാൻ സാധിക്കും. തമേവ വിദ്വത്വാധീ മൃത്യുമേധീ നാനാപന്ഥാവിധായതേനയ. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ഒരുപാട് ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ പോവും. കുറെ ജനിക്കും വേണ്ട, കുറെ മരിക്കും വേണ്ട. ഒരൊറ്റ ജനനം, ഒരേ ഒരു മരണം, ശാശ്വതമായി സ്വസ്ഥമായി. നായിയായും പട്ടിയായും പൂച്ചയായും കുറുക്കനായും നരിയായും കാടായും മലരായും ഒക്കെ എന്തിന് ജന്മെടുക്കുന്നു? എന്ത് കാര്യത്തിന്? ഒരു കോഴിയായി ജനിച്ച് വല്ലവൻ നമ്മളെ കൊണ്ടുപോയി അറുത്തുകളയും. ഒരാടായി ജനിച്ച് കൈയും കാലും വെട്ടി അറുത്തുകളയും. ഒരു പശുവായി ജനിച്ചാലും അതെന്നെ സംഭവിക്കും. തവളയായി ചളി കിടന്നാലും പിടിച്ചുകൊണ്ട് പോയി കറി വയ്ക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ജനിക്കണോ? സ്വയം ആലോചിക്കൂ. പുഴുവായും ജനിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ ജനിക്കുന്നു? പാമ്പായി ജനിച്ചാൽ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് തീയിട്ടേക്കും. അങ്ങനെയും ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് ജനന മരണങ്ങളൊന്നും ഇനി താങ്ങാനുള്ള ശക്തിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ നമ്മൾ അറിയാം. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ജനിക്കുന്നതിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ പറ്റും. ഈ പൂർണ്ണത നേടാൻ വേണ്ടി വേറെ ഒരു വഴിയും നമുക്കില്ല. ഭഗവാനെ അറിയാന്നുള്ള ആ വഴി നമുക്കില്ല. ഇത് മാത്രമേ ഉള്ളൊരു വഴി. കൃഷ്ണൻ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണെന്ന് അറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ്. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് അറിയാത്ത വ്യക്തികൾ തമോ ഗുണത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ തമോ ഗുണത്തിൽപ്പെട്ട ആൾക്കാരാണ്. അല്ലാതിരിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയില്ല. ഭഗവാനെ അറിയാത്ത വ്യക്തിക്ക് എളുപ്പത്തിൽ മുക്തിയും കിട്ടില്ല. അതേ കാരണം കൊണ്ട് തേൻകുപ്പിയുടെ പുറം നക്കുന്നത് പോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്കും മോചനമില്ല. തേൻകുപ്പിയുടെ പുറത്തിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും, അയ്യോ നല്ല മധുരം, അകത്തിരിക്കുന്ന തേന് എത്രത്തോളമാണെന്ന് അറിയുന്നില്ല. അപ്പം അതേപോലെ ഗീത മൊത്തമായി പഠിക്കാതെ വായിക്കാതെ ഗീതയെക്കുറിച്ച് അന്തസത്ത എന്താണെന്ന് തിരിച്ചറിയാതെ ഗീതയെക്കുറിച്ച് സംസാരിക്കുന്നതും വലിയ ആപത്താണ്. മനസ്സിലായില്ലേ? അതും ഒരിക്കലും മുക്തി തരൂല. ഗീതയുടെ അന്തസത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഗീത വായിച്ചു തുടങ്ങിയാലും എടുത്തു തുടങ്ങിയാലും തീരൂല പെട്ടെന്നൊന്നും. ഇങ്ങനെ പോവും മെല്ലെ 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 മെല്ലെ. ഗീതയിൽ അത്രയുണ്ട്. ഇതറിയാത്തവരാണെങ്കിലോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പേരിന് വേണ്ടിയിട്ടും പലതും പറയും, പലതും ചെയ്യും. ഗീത അറിഞ്ഞു ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഒന്നും പ്രതീക്ഷിക്കില്ല ആരിൽ നിന്നും. അതും നമ്മൾ ചിന്തിക്കണം. അത്തരക്കാർക്ക് ഈ ലോകത്തിൽ പ്രാധാന്യമേറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. വലിയ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് ഈ ലോകത്തിൽ ചിലപ്പോൾ വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടും. എങ്കിലും അവർ മുക്തിക്ക് അർഹരാകണമെന്നില്ല. അവരൊന്നും മുക്തി ലഭിച്ച ആൾക്കാരല്ല. നമ്മൾ വലിയ പണക്കാരെ കണ്ടപ്പോൾ അയ്യോ അവനൊക്കെ എന്ത് സുഖ, ഭഗവാൻ എന്തെല്ലാം അനുഗ്രഹം കൊടുത്തിരിക്കുന്നു, ദിവസേന പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവന് മുക്തിയില്ല. ആ വീട്ടിൽ നിന്ന് അവൻ മരിച്ചാൽ അടുത്ത ജന്മത്തിൽ അവൻ അതേ വീട്ടിന്റെ മുന്നിൽ ഒരു പിച്ചക്കാരനായി പോയി നിൽക്കും. അല്ലെ അതേ വീട്ടിലൊരു ഈച്ചയായി വന്നിരിക്കും.
ഒരു ജന്മം കൂടി എടുത്തിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഭഗവാൻ അറിയാം, അത്രയേ ഉള്ളൂ. അത്രക്കാർക്ക് ഈ ലോകത്തിൽ വലിയ സ്ഥാനമൊക്കെ ലഭിക്കും, എങ്കിലും അവർ മുക്തിയൊന്നും കിട്ടില്ല. അവർക്ക് ദുരഭിമാനികളായിരിക്കുന്ന ആ പണ്ഡിതന്മാർക്ക് ഭഗവത് ഭക്തന്മാരുടെ അഹേതുമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ കാലാകാലം ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കും. ഭഗവാന്റെ ഭക്തരെ ഒന്ന് കണ്ടാൽ മതി, അനുഗ്രഹം കിട്ടും. മനസ്സിലായില്ലേ? ഒരനുഗ്രഹം ഭഗവാനോട് ഉറപ്പായിട്ടും കിട്ടും. അത് കിട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണ്ണത കൈവരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല സമ്പൂർണമായിട്ട് ഭഗവാനോട് വലിയൊരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എന്തായി? എന്നേക്കും ശാശ്വതമായ ഒരു അനുഗ്രഹമായി മാറും. അതർവൈസ് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്താ പറയുക, ഭഗവാനോട് അത്രയും അടുക്കുക. ഇനിയൊരു ജന്മം നമുക്ക് വേണ്ട. ഭഗവാന്റെ കുട്ടിക്കളികളോട്, ഭഗവാന്റെ ലീലകളോട്, ഭഗവാനുമായിട്ടൊരു ആനന്ദത്തിൽ ഇങ്ങനെ ആറാടി. ഭഗവാനെ എന്തൊക്കെ ലീലകൾ കാണിച്ചിട്ടുണ്ടോ ആ ലീലകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? അതേപോലെ നമ്മളങ്ങ് ഉൾക്കൊള്ളുക. അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന മനോഭാവത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. മനസ്സിലാവുന്നു? ആ ഒരു പരമദിവ്യോത്തമ പുരുഷന്റെ ആ ഒരു സ്നേഹം, കരുണ, ലീല ഇതൊക്കെ മനസ്സിലാക്കി ഒരു യശോദാമയെ പോലെ, അല്ലെങ്കിൽ ഒരു കൂറൂരമ്മയെ പോലെ, ഒരു വില്ലുമംഗലം സ്വാമിയാരെ പോലെ, ഒരു പൂന്താനം തിരുമേനിയെ പോലെ അങ്ങനെ പോവുക. അവരെ പോലെയൊന്നും ആവാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവരെങ്ങനെയാണോ കൃഷ്ണനോടൊരു ബന്ധം വെച്ചത് അതേപോലെ നമുക്കൊരു ബന്ധം ഭഗവാനായിട്ടും നമുക്ക് വെക്കാം. മണ്ണു തിന്നോ നീ എൻ പൊന്മകനെ ചൊല്ലു തിന്നം പറയൂ നീ ഉണ്ണിക്കണ്ണ. അണ്ണൻ പറഞ്ഞല്ലോ മണ്ണു നീ തിന്നെന്നു, കള്ളം പറയൊല്ലേ കണ്ണേ കണ്ണ, കള്ളം പറയൊല്ലേ കണ്ണേ കണ്ണ. ദണ്ണം വന്നിടുമെന്നുണ്ണി കൃഷ്ണ, മണ്ണു തിന്നിടിൽ എന്തിതു കാട്ടുന്നേവം. ദണ്ണം വന്നിടുമെന്നുണ്ണി കൃഷ്ണ, മണ്ണു തിന്നിടിൽ എന്തിതു കാട്ടുന്നേവം. വെണ്ണ പോരാഞ്ഞിട്ടോ കണ്ണാ നീ എന്തിതു മണ്ണു ഭുജിച്ചതി വണ്ണ നിന്നു, മണ്ണു ഭുജിച്ചതി വണ്ണ നിന്നു. ഇത്തം ചോടിച്ചമ്മ ചൊൽവതു കേട്ടപ്പോൾ കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും, ഇത്തം ചോടിച്ചമ്മ ചൊൽവതു കേട്ടപ്പോൾ കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും. ഇവിടെ ഭഗവാനോട് മണ്ണ് തിന്നു എന്ന് ചോദിച്ചപ്പം കൊഞ്ചി 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 പറയാണ് തിന്നിട്ടില്ല എന്ന്. ആ കൃഷ്ണനെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ആ കൃഷ്ണനോടല്ലേ നമ്മൾ ഇത്രയും അടുക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾക്ക് വേണ്ടി ഒരു ഉണ്ണിയായിട്ടും, നമ്മൾക്ക് വേണ്ടിയിട്ടൊരു കൂട്ടുകാരനായിട്ടും, നമുക്ക് വേണ്ടി ഒരു കാമുകനായിട്ടൊക്കെ ആ കൃഷ്ണൻ വരും. മനസ്സിലായില്ലേ? കൊഞ്ചി കൊഞ്ചി പറയണം ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന്. എല്ലാം അറിയുന്ന കൃഷ്ണൻ, സർവബ്രഹ്മാണ്ഡങ്ങൾക്കും അധിപതി. ആ കൃഷ്ണനെയാണ് ഇനി രാത്രിയിൽ കാണാം. ഇന്ന് അന്നദാനം ഇല്ല, കുറച്ച് വർക്കുണ്ട്. അപ്പം നമുക്ക് രാത്രിയിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ. ടേക്ക് റെസ്റ്റ് ടൈറ്റ്ലി. ഹരേ കൃഷ്ണ.